എന്റെ സമ്പത്ത് ഞാൻ എങ്ങനെ ചിലവഴിക്കണം എന്നൊക്കെ അടങ്ങുന്ന കാര്യങ്ങൾ, അതായത് ഭൗതികമായും ശാരീരികമായുമുള്ള എന്റെ കഴിവുകൾ മറ്റൊരു പുരുഷനാൽ നിയന്ത്രിക്കപ്പെടാതിരിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സ്വതന്ത്രനാകുന്നത്. അപ്പോ ഇസ്ലാമിലെ സ്ത്രീ സ്വതന്ത്രയാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീകൾ പറയുന്നു ഞങ്ങൾ സ്വതന്ത്രരാണ്. ഞാൻ ജന്മം കൊണ്ട് മുസ്ലിമാണ്, കർമ്മം കൊണ്ട് ഒരു മനുഷ്യനുമാണ്. വോട്ടിടാൻ ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പെട്ടതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ആ ഇലക്ടർ പട്ടിക നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരും. ഇന്ന ചിഹ്നത്തിന് നീ കുത്തണം, ഭർത്താവിന്റെ നിർദ്ദേശമാണ്. എനിക്ക് ധാരാളം ആൾക്കാരെ അറിയാം. ഞാൻ ഫാമിലി കൗൺസിലിംഗും ഒക്കെ ആയിട്ട് പോയിരുന്ന ആളാണ്. അവരൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടത്രേ. ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്ന് പറയുന്നു. സത്യത്തിൽ ഈ മതം എന്തിലാണ് ഈ മതം സ്ഥിതി ചെയ്യുന്നത്? മതത്തിന്റെ ബേസ് എന്താണ്? മതത്തിന്റെ തൂണുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഖുർആനാണ്, രണ്ട് നബിചര്യയാണ്, അതായത് ഹദീസ്, മൂന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മതതത്വങ്ങൾ എന്ന് പറയും, നാല് പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ അഭിപ്രായങ്ങൾ, പിന്നെ കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചാലും തീരാത്തത്ര മത പ്രമാണങ്ങളും അഭിപ്രായങ്ങളും നിറഞ്ഞതാണ് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾ. ഏതു വിഷയത്തിനും പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസത്തിലെ ഒരു പത്രവാർത്തയില് മലപ്പുറത്ത് പുലാമന്തോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീക്ക് തൊലാക്ക്. ആ പുരുഷൻ ആ പെൺകുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു, ഞാൻ തൊലാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്കാകെ വെപ്രാളവും വിഷമവും. സ്വാതന്ത്ര്യത്തിന്റെ വഴിയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ ഇവര് പോയി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും കലകുത്തി ഇട്ടാലും ഒരു ഇസ്ലാമിക സംഘടനയുടെ പേര് നമുക്ക് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. ആദ്യം ഇവര് മുജാഹിദ് പണ്ഡിതന്മാരെ സമീപിച്ചു. അപ്പോ അവര് പറഞ്ഞു 3 തൊലാക്ക് പറഞ്ഞാലും ഒരു തൊലാക്കാണ് ആവുന്നത്. ഇനി രണ്ടാമതൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ രണ്ടാമത്തെ തൊലാക്ക് ആവുള്ളൂ. AP വിഭാഗത്തോട് ഇപ്പൊ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു തൊലാക്ക് ആയിട്ടുണ്ട് കേട്ടോ, തൊലാക്ക് കഴിഞ്ഞിട്ടുണ്ട്, വിവാഹമോചനം സംഭവിച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഭർത്താവിന് ഇവരെ വേണമെങ്കിൽ, ഇവരെ തിരിച്ചെടുക്കണമെങ്കിൽ ഈ പെണ്ണിനെ മറ്റൊരു ഭർത്താവ്, മറ്റൊരു പുരുഷൻ വിവാഹം കഴിച്ച് അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ട ശേഷം, നോക്കണം റെസ്ട്രിക്ഷൻ, ഇവന്റെ കുത്തിത്തിരിപ്പിന് ചെയ്യുന്ന ഒരു തലവേദനയാണ്. ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരിയിലായിരിക്കും, അതല്ലെങ്കിൽ വല്ല സംശയങ്ങളോ മറ്റോ ഒക്കെ ആയിരിക്കും. തലാഖിന് വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഈ പെണ്ണ് ഇവൻ ചെയ്യുന്ന തെറ്റിന്. വേറൊരാളെ വിവാഹം കഴിച്ച് അവൻ സെക്സ് ചെയ്തിട്ട് ഇവളെ തൊലാക്ക് ചെയ്യണം. അവനെങ്ങാനും ഇനി ചെയ്തില്ലെങ്കിൽ അവന്റെ കൂടെ കഴിയണം മക്കൾ ഇവിടെയും ഉണ്ട്, എന്നാലേ ഇനി അവളെ എടുക്കാൻ പറ്റും. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറന്മാര് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. EK വിഭാഗത്തിന്റെ സുന്നി അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാൻ എന്ന് പറയാത്തത് കൊണ്ട് വിവാഹമോചനം നടന്നിട്ടില്ല. അതായത് എത്ര ലളിതമാണ് സംഭവം. ഞാൻ നിങ്ങളുടെ മകളെ വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ന് പറയാത്തത് കൊണ്ട് അവിടെ ഒരു തലാഖ് നടന്നിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്ന അഭിപ്രായങ്ങളാണ് ഇവര് പറയാറ്. ഇനി മതപ്രമാണങ്ങളിൽ ഒന്ന് ഖുർആനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലുടനീളം നമുക്ക് ഒരു പുരുഷ ശബ്ദമാണ് അല്ലാഹു എന്ന രൂപത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. അറബി ഭാഷയിലെ സാങ്കേതിക ഭാഷാപരമായ അർത്ഥത്തിൽ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. എവിടെയും പുല്ലിംഗമല്ലാതെ ഒരു സ്ത്രീലിംഗ പദം പടച്ചവന്റെ രൂപത്തിലില്ല, പടച്ചവന്റെ ഭാഷയില്ല. ഇനി നബിമാരെ എടുത്തു നോക്കിയാൽ എല്ലാ നബിമാരും പുരുഷന്മാർ, മലക്കുകളോ പുരുഷൻ,
അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ, 4 പ്രധാനപ്പെട്ട ഇമാമുമാരുടെ അഭിപ്രായങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നെങ്കിലും സ്വീകരിച്ചാലേ ഒരാൾ മുസ്ലിമാണ്. ഇതു പുരുഷന്മാർ. ചുരുക്കത്തില് പുരുഷന്മാർക്കു വേണ്ടി, പുരുഷന്മാരാൽ, പുരുഷന്മാർ ക്രിയേറ്റ് ചെയ്ത മതപ്രമാണമാണ് ഖുർആൻ, ഹദീസ്, ഫിഖ് ഗ്രന്ഥങ്ങൾ. അപ്പൊ പുരുഷന്മാർക്കു വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയെടുത്ത മതമാണ് ഇസ്ലാം. ഈ മതത്തിൽ എങ്ങനെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്? ഇവരെ മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യം ബി എന്ന് വിളിച്ചാൽ അയ്യോ എന്ന് പറഞ്ഞ പഞ്ചപുച്ഛമടക്ക്, അതായത് അനുസരണയുള്ളവരായിരിക്കും ഓടി വന്നു. കഞ്ഞിവെള്ളത്തിന് ചൂട് കൂടിപ്പോയാൽ എടുത്ത് മുഖത്തൊഴിക്കാൻ പാകത്തിന് അവൾ തല കുനിഞ്ഞു നിൽക്കണം. കറിക്കുപ്പ് കൂടിപ്പോയാൽ എടുത്തവിടെ തലവഴിയെ ഒഴിക്കത്തക്ക രൂപത്തിൽ അവളുടെ തലയും മുതുകം കുനിഞ്ഞിരിക്കണം. പെൺകുട്ടികളെ മാത്രമാണ് പ്രസവിക്കുന്നതെങ്കിൽ ഒറ്റ ചവിട്ടിന് കിലോമീറ്ററുകൾക്ക് അകലെ വീഴത്തക്ക രൂപത്തിൽ ചവിട്ടാൻ പാകത്തിന് അവൾ മുതുക് വളച്ചു നിൽക്കണം. അതാണ് സ്ത്രീക്ക് പുരുഷന്മാർ നൽകുന്ന സ്വാതന്ത്ര്യം. അപ്പോ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഹജ്ജിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഹജ്ജ്, ഉംറ എന്ന് പറയുന്ന 2 ഉഡായിപ്പ് സംവിധാനങ്ങൾ. അപ്പൊ ഇത് സ്വർഗത്തിലേക്കുള്ള സീറ്റിന്റെ റിസർവേഷനാണ്. ഒരു മനുഷ്യൻ എത്ര പാപവും ചെയ്യാം, പക്ഷെ ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴേക്ക് പാപങ്ങളൊക്കെ കഴുകി ഇന്ന് ജനിക്കുന്ന കുട്ടിയെ പോലെയാണ് വരിക. ഈ കോഴിക്കോട് വന്നതിന് ശേഷം ഞാൻ 3 വർഷമേ ആയിട്ടുള്ള കോഴിക്കോട് വന്നിട്ട്, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാള് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ചു ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട്. കാരണം സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റുമായിട്ട് വന്നവരാണല്ലോ. ഞങ്ങൾ പോയി. ഞാൻ അതിന് എന്ത് വാങ്ങണം എന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ എന്റെ മോള് കുറച്ച് കാഞ്ഞ വെള്ളമുള്ള കുച്ചിയാണ്, അവൾക്ക് ഒരു 10-11 വയസ്സുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഞാനൊരു സാധനം പറഞ്ഞു തരാം. ശരി, അങ്ങനെ ഞങ്ങളൊരു കടയിൽ കിട്ടി. ഇവളൊരു പാൽക്കുപ്പി പറഞ്ഞു എന്നോട്. ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ പാപമുക്തമായി വരുന്ന ആളിനെ ഫീഡിംഗ് ബോട്ടിലല്ലാതെ എന്താ വാങ്ങുക? അങ്ങനെ ഫീഡിംഗ് ബോട്ടിലാണ് ഞങ്ങൾ വാങ്ങിയവർക്ക് ഗിഫ്റ്റായി കൊടുത്തത്. അപ്പൊ ആ 11 വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ മതത്തിന്റെ മാലിന്യം ഇൻജക്ട് ചെയ്യാത്തത് കൊണ്ട് അതിനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിച്ചു. തൊടുപുഴയില് നമ്മുടെ ഒരു മിശ്ര ഭോജനത്തിന്റെ ആണെന്ന് തോന്നുന്നു 100ാം വാർഷികത്തിന് അവളുണ്ടായിരുന്നു. അവള് ചെറിയ കുട്ടിയാ, എല്ലാരോടും കയറി ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ആളാ. നമ്മുടെ വായിക്കൊക്കെ അറിയാം. ഒരാള് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആരാണ്, പിന്നെ സേതു അടിമാലിയാണ് തോന്നുന്നു. അയാൾ തന്നെ ഇവളോട് ചോദിച്ചു, എടി നീ യുക്തിവാദിയാണോ? ഞാൻ യുക്തിയുള്ള ആളാണ്, വാദിയായിട്ടില്ല. വാദിക്കണമെങ്കിൽ എനിക്കൊന്ന് പഠിക്കണമല്ലോ. ഇങ്ങനെ പറയുന്ന ഒരു മുസ്ലിം കുട്ടി നമുക്ക് ചുറ്റുമുണ്ടാകും. കാരണം ചിന്തിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞ് നമ്മൾ മുസ്ലിമായി ജനിക്കും. ഏത് വിശ്വാസത്തിലും അങ്ങനെ തന്നെയാണ്, ഇസ്ലാമിൽ മാത്രമല്ല. ഇസ്ലാമിനെ ഞാൻ പറയാനുള്ള കാരണം എനിക്ക് ആധികാരികമായി അറിയുന്ന വിഷയത്തിലല്ലേ വിമർശിക്കാൻ എനിക്ക് യോഗ്യതയുള്ളൂ. മറ്റ് ഹൈന്ദവ പ്രമാണങ്ങൾ മനുഷ്യത്തൊക്കെ പഠിച്ചതാണ് ഞാൻ. എന്നാലും വിമർശിക്കത്തക്ക രൂപത്തിലുള്ള ആധികാരികമായ പഠനം എനിക്കില്ല. അപ്പൊ എനിക്കറിയുന്ന കാര്യം എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താ ഇസ്ലാമിനെ മാത്രം പറയുന്നത്? എനിക്ക് അറിയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ കൊടുക്കുക എന്റെ കുടുംബക്കാർക്കാണ്. അപ്പൊ അവരൊന്നും നന്നായിരിക്കട്ടെ, അത് ഇവർക്ക് സ്വന്തം കിട്ടിയാൽ വളരെ നല്ലതല്ലേ. ഒരു കവി ഇങ്ങനെ പാടി, പെണ്ണിന്റെ സ്വാതന്ത്ര്യം എത്രയാണെന്ന് നമുക്ക് നോക്കാം. പുരുഷന് അന്യായമേതും പുരുഷന് ന്യായമാണ്. പെണ്ണിന് കരയാൻ പോലും പാടില്ല, കരയുന്നത് പോലും പെണ്ണിന് കുറ്റമാണ്. പുരുഷന് എല്ലാ സുഖങ്ങളും എല്ലാ ആർഭാടങ്ങളും എല്ലാ ആസ്വാദനങ്ങളും അവന്റെ അവകാശമാണ്. പെണ്ണിന് ജീവിതം തന്നെ ഒരു ശിക്ഷയാണ്, യാതൊരു സംശയമില്ല അതിന്. പുരുഷന് വേണ്ടി 1000 മെത്തകൾ ഒരുങ്ങും. പെണ്ണിനോ ചിതയിലേക്ക് മാത്രമാണ് അവരുടെ ചിത മാത്രമാണ്. ഏത് കവി പാടിയാലും ഇതാണ് ഇസ്ലാം നൽകുന്ന അവകാശം. ഇന്ന്
നമ്മുടെ ഒരു അന്തരീക്ഷം, നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക കുടുംബ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബേസ് നോക്കുന്നത് ഫിനാൻസ് സംബന്ധമായി. അപ്പോ ഒരു ഇസ്ലാമില് ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് സക്സഷൻ വകുപ്പ് വളരെ ബുദ്ധിമുട്ടിരിക്കുന്നു, വിവേചനങ്ങൾ മാത്രമുള്ളതാണ്. അപ്പം എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഞാനും എൻ്റെ സഹോദരനുമാണ് അവകാശികളായി വരുന്നതെങ്കിൽ 3 കോടി രൂപയാണ് എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സമ്പത്തുള്ളതെങ്കിൽ 2 കോടി രൂപ അവനും 1 കോടി രൂപ എനിക്കും. ഇനി ഞാൻ മരിച്ചുപോയി, ഈ സമ്പത്ത് ഡിവൈഡ് ചെയ്തിട്ടുമില്ല, എന്നാൽ ഈ ഉമ്മയുടെയും വാപ്പയുടെയും മുഴുവൻ സമ്പത്തും എൻ്റെ സഹോദരന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ടുന്ന സമ്പത്ത് എൻ്റെ സഹോദരനും അവന്റെ കുടുംബവും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ മക്കള് തന്തയുമില്ല തള്ളയുമില്ല സമ്പത്തുമില്ലാതെ ഭിക്ഷപാത്രമെടുത്ത് തെരുവിൽ അലയണം എന്ന് പറഞ്ഞ് മക്കളെ അനാഥത്വത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന തരത്തിലുള്ള അനന്തരാവകാശ രീതികളാണ് ഉണ്ടാകുന്നത്. ഇനി പിന്നെ സഹോദരനും സഹോദരിയുമാണ് വരുന്നതെങ്കിലും അങ്ങനെ തന്നെയാണ്. സഹോദരന് കിട്ടുന്നതിന്റെ പകുതിയാണ് സഹോദരന് കിട്ടുക. ഉമ്മയും വാപ്പയുമാണ് അവകാശികളായിട്ട് വരുന്നതെങ്കിലും വാപ്പയ്ക്ക് കിട്ടുന്നതിന്റെ പകുതിയാണ് ലഭിക്കുക. ഇനി സഹോദരിയുടെ മകൻ സഹോദരന്റെ മകൻ, ഇനി ആര് അങ്ങനെ വന്നാലും പുരുഷന് കിട്ടുന്നതിന്റെ പകുതിയാണ് സ്ത്രീക്ക്. ഇനി ഒരു സ്ത്രീ മരിച്ചു, അവർക്ക് മക്കളില്ല, ഭർത്താവാണ് അവകാശിയായിട്ടുള്ളതെങ്കിൽ ഈ സ്ത്രീയുടെ സമ്പത്തിന്റെ പകുതി ഭർത്താവിന് കിട്ടും. ഇതേ അവസ്ഥയിൽ തന്നെ അല്ല, ഒരു സ്ത്രീയാണ് മരിക്കുന്നത്, ആ ഭർത്താവിന് സ്ത്രീയുടെ സമ്പത്തിന്റെ പകുതി ഭർത്താവിന് കിട്ടും. ഇനി ഇതേ അവസ്ഥയിൽ ഒരു പുരുഷനാണ് മരിക്കുന്നതെങ്കിൽ പുരുഷന് കിട്ടിയത് സ്ത്രീയുടെ പകുതിയാണല്ലോ. അപ്പൊ സ്ത്രീയാണ് ആ അവസ്ഥയിൽ അനന്തരാവകാശിയായിട്ട് വരുന്നത്. ഭർത്താവ് മരിച്ചിട്ടെങ്കിൽ അയാൾക്ക് പകുതി കിട്ടി, ഇവർക്ക് കിട്ടുന്നത് 4/1. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു പുരുഷൻ മരിച്ചു, സ്ത്രീയാണ് അവകാശിയായിട്ട് വരുന്നതെങ്കിൽ ആ സ്ത്രീക്ക് ലഭിക്കുന്നത് 4/1. അതേ സ്ഥലത്ത് തന്നെ പുരുഷനാണ്, സ്ത്രീ മരിച്ചിട്ട് പുരുഷനാണ് അവകാശിയായിട്ട് വരുന്നതെങ്കിൽ ആ സ്ത്രീയുടെ സമ്പത്തിന്റെ പകുതി പുരുഷന്. ഇങ്ങനെ എല്ലാ സ്ത്രീ ഏത് നിലയിൽ അനന്തരാവകാശിയായി സ്ത്രീ വന്നാലും സ്ത്രീക്ക് വിവേചനമാണ്. ഇനി എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഞാൻ മാത്രമാണ് അവകാശിയായിട്ട് വരുന്നതെങ്കിൽ പോലും എന്റെ മാതാപിതാക്കളുടെ മുഴുവൻ സമ്പത്തും എനിക്ക് ലഭിക്കുക. പക്ഷെ എന്റെ സഹോദരനാണ് വരുന്നതെങ്കിൽ അവനും, ഞാൻ മാത്രമാണ് വരുന്നതെങ്കിൽ എനിക്ക് പകുതിയെ ലഭിക്കുള്ളൂ. ഇങ്ങനെ ഏത് വിഷയത്തിൽ വന്നാലും ഇവിടെ വിവേചനമാണുള്ളത്. ഇനി സാക്ഷി പറയാം. ഇപ്പോ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ സാക്ഷി പറയുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള, അവിടെ വർഗീയത നോക്കിക്കോണം, അടിവരയിട്ട് വായിക്കണം. ഇവിടെ ജാതി നോക്കിയാണ് സാക്ഷിത്വം. അതായത് മുസ്ലിങ്ങളോടാണ് പറയുന്നത്, മുസ്ലിങ്ങൾ ഇവിടെ സാക്ഷിത്വമേ സ്വീകരിക്കും. അപ്പം 2 സാക്ഷികളാണ് വേണ്ടത്. നിങ്ങളിൽ നിന്നുള്ള 2 പുരുഷന്മാർ സാക്ഷി വേണം. 2 പുരുഷന്മാരില്ലെങ്കിൽ 1 പുരുഷൻ, മറ്റേ പുരുഷന് പകരം 2 സ്ത്രീകൾ. അറിയാമോ, ഒരു പെണ്ണിന് തെറ്റ് സംഭവിച്ചാൽ മറ്റവൾ ഓർമ്മിപ്പിക്കുമല്ലോ. ഇതേ സ്ഥലത്ത് തന്നെ 2 പുരുഷന്മാരുണ്ടെങ്കിൽ ഈ 2 പുരുഷന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്കും തെറ്റും മറവിയും ഒക്കെ സംഭവിക്കില്ലേ? അതില്ല. ആ പുരുഷ അല്ലാഹുവിന് നേരത്തെ അറിയാം, പുരുഷന് ഭയങ്കരമായ ഓർമ്മശക്തിയാണ്, സ്ത്രീക്കാണ് വേറൊരാള് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നറിയാം. 2-ാം അധ്യായം 282-ാമത്തെ വാചകമാണ്. അതുപോലെ നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ത്യയിൽ ആദ്യമായി വെള്ളിയാഴ്ചത്തെ ജുമുഅ നമസ്കാരത്തിന് നേതൃത്വം വഹിച്ചത് ഞാനാണ്. 1400 വർഷങ്ങളായി പുരുഷന്മാര് മാത്രമാണ് ഈ കൃത്യം ചെയ്തു വരുന്നത്. സ്ത്രീക്ക് പാടില്ല. സ്ത്രീക്ക്
ഇവരുടെ ഔദാര്യം പിന്നാമ്പുറത്തു കൂടി ഒരു വാതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കും, യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ടാകും. യാത്രക്കാരല്ലാത്തവർക്ക് നമസ്കരിക്കണ്ടേ, അവർക്ക് അവിടെ പോകാൻ പാടില്ല. അപ്പൊ ഉമ്മറത്തു കൂടി പുരുഷനെ മാത്രം. അപ്പൊ ഇവര് കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. സ്ത്രീക്ക് നമസ്കാരത്തില് ലീഡർഷിപ്പ് പാടില്ല. അതുപോലെ പള്ളി കമ്മിറ്റികളില് സ്ത്രീകള് ഉൾപ്പെടുത്താൻ പാടില്ല. മഹല്ല് കമ്മിറ്റികളില് സ്ത്രീകൾ ഉണ്ടാകാൻ പാടില്ല. വെള്ളിയാഴ്ച പള്ളികളില് ജുമയ്ക്ക് മുമ്പ് ഒരു പ്രസംഗം, ആ പ്രസംഗം ജുമാ ഖുതുബ എന്നാണ് അതിൽ പറയുന്നത്. അതിനൊന്നും സ്ത്രീ പാടില്ല. യൂട്യൂബിലൊക്കെ എന്റെ വീഡിയോ സെർച്ച് ചെയ്താൽ കാണാം. അതിന്റെ അടിയിൽ വരുന്ന കോയമാര് ദിവസവും എന്റെ വാപ്പയും വാപ്പയുടെ വാപ്പയും ഒക്കെ നന്നായി ഓർക്കാറുണ്ട്, എന്നേക്കാൾ കൂടുതലായി ഓർമ്മിക്കുന്നതായിട്ട്. അപ്പൊ ഇത്രയും നമുക്കറിയാം, ഓരോ വർഷവും എത്രയോ തൊപ്പിയും തലപ്പാവും വെച്ച ആൾക്കാർ പണ്ഡിതന്മാരായിട്ട് ഇറങ്ങുന്ന, സഖാഫിയായിട്ടും സുലമിയായിട്ടും സലാഹിയായിട്ടും ഒക്കെ ദാരിമി ഒരുപാട് പട്ടം വാങ്ങി ഇറങ്ങുന്നുണ്ട്. ഈ കേരളക്കരയിൽ ഇന്നേ വരെ ഒരാൾക്ക് ഞാൻ നമസ്കരിച്ച ജുമ തെറ്റാണ് എന്ന് തെളിയിക്കാൻ സാധിക്കില്ല. കാരണം ഖുർആനിൽ സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പുരുഷന്മാര് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? പ്രമാണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നീട് ആയുധമെടുക്കുക. കാരണം ആശയ ദാരിദ്ര്യം വരുമ്പോഴാണ് ആയുധം എടുക്കേണ്ടി വരുന്നത്. പിന്നീട് ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇവരുടെ രീതി. അതിന്റെ ഭാഗമായിട്ടാണ് 1993 ചേതന്നൂർ മൗലവിയൊക്കെ ഇവര് വകവരുത്തത്. ചേതന്നൂർ മൗലവി അന്ന് പറഞ്ഞത് ഈ അനന്തരാവകാശ സംബന്ധപ്പെട്ട വിഷയത്തില് അദ്ദേഹം പറഞ്ഞു, അന്ന് പണ്ടത്തെ കാലത്ത് പുരുഷന്മാർ മാത്രമായിരുന്നു നയിച്ചിരുന്നത്, അധ്വാനിക്കുകയും കുടുംബം നോക്കുകയും ഒക്കെ. ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തര സ്വത്ത് ബാധിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യമായി ജീവിക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ഈ പള്ളികളിലെ 1 കിലോമീറ്ററിനകത്ത് ഒരു 10 പള്ളിയും കെട്ടി ഇങ്ങനെ വിളിച്ചു പോയി, നിങ്ങൾ വിസ്കരിക്കാൻ പോയോ, വിജയിക്കാൻ പോയോ, പഠിച്ചവൻ വലിയവനാണേ, ഇങ്ങനെ വിളിച്ചു പോകേണ്ട കാര്യമില്ല. ഇതൊന്നും അതിന് ഇത്തരം ചില പുരോഗമന ആശയങ്ങൾ ചേതന്നൂർ മൗലവി പറഞ്ഞതിന്റെ പേരില് അദ്ദേഹത്തോട് ആശയം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ആയുധമെടുത്ത് വകവരുത്തിയത്. ഇനി നമ്മളിപ്പോ പറഞ്ഞ ഈ സാക്ഷിത്വം ഉണ്ടല്ലോ, ഒരു പുരുഷന് പകരം 2 പെണ്ണ് സാക്ഷി പറയുന്ന ഒരു സംഭവം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാസ്സായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം ആ നിയമം അന്ന് തന്നെ എടുക്കും. അതല്ലാതെ ശരീരത്വ കോടതികളൊക്കെ ആയിരുന്നെങ്കിൽ മൂക്കായിരുന്ന സംഭവം. ഇനി എന്തുകൊണ്ടായിരിക്കും ഒരു പുരുഷന് 2 സ്ത്രീ സാക്ഷി പറയുക? പുരുഷനാൽ എപ്പോഴും സ്ത്രീ നിയന്ത്രിക്കപ്പെടേണ്ടി വരിക? അതിന് കാരണമുണ്ട്. അവര് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മുകളിലത്തെ വളഞ്ഞ വാരിയല്ലുകൊണ്ടാണ് ഇവരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രം തോറ്റു കേട്ടോ. ഇനി നിങ്ങൾ ഇനി അതിനെ നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. നിങ്ങൾ ഇനി അങ്ങനെ വിട്ടാൽ വളഞ്ഞതോടുകൂടി തന്നെ പോയിക്കോട്ടെ. സ്ത്രീയെ വളഞ്ഞ രൂപത്തിൽ സൃഷ്ടിക്കുക, പിന്നീട് ആ വളവ് എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ പഠിച്ചവന്റെ ഒരു രീതി. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിട്ടോ. സത്യത്തില് വാർത്തപ്പണിക്ക് പോയിരുന്നെങ്കിൽ നല്ലൊരു കോൺട്രാക്ടറായിട്ട് മേച്ചിട്ടായിട്ടൊക്കെ എനിക്ക് ജീവിക്കാമായിരുന്നു. ഈ ഖുർആനും ഹദീസും പഠിക്കാൻ പോയി കാരണം എന്റെ ജീവിതം അത്രയും എനിക്ക് നഷ്ടപ്പെട്ടു. ഈ ചിന്തിക്കാനുള്ള ധൈര്യമുണ്ട്. ഒരിക്കല് എന്റെ അധ്യാപകനോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഒരു മലക്കോ ലഭ്യോ ഒരു സ്ത്രീ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നിനക്ക് ബുദ്ധിയുണ്ടോ? ഞാൻ പറഞ്ഞ അത്യാവശ്യം ഉണ്ട്. എന്നാല് രാത്രിയും പകലും ഒരുമിച്ച് സംഭവിക്കുന്നതിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കേ. രാത്രിയും പകലും ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ. അപ്പോ ഖുർആനിലെ ഏതോ ഒരു വാചകം, അപ്പൊ ഇന്ന് തഹ്‌വീലൊന്നും ഇല്ലെന്നോ അങ്ങനെ ഒരു വാചകം. അപ്പോ അള്ളാഹുവിനാണ് വിശദീകരിക്കാനുള്ള അധികാരമുള്ളത്.
ചില വാചകങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. അപ്പോ ഹംസ ബാത്തവി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ജാമിയ നബി അറബി കോളേജ് നാട്ടിൽ ഞാൻ പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ പഠിച്ചവന് മാത്രം വ്യാഖ്യാനിക്കാൻ അറിയുന്ന ഒരു ഗ്രന്ഥം വെച്ചിട്ട് നമ്മൾക്ക് എന്തിനിത് തരുന്നത്? എനിക്ക് മാത്രമേ അറിയുള്ളെങ്കിൽ നമുക്കിത് തരേണ്ട കാര്യമുള്ളൂ, കിടക്ക് പുറത്ത്. അപ്പോ ഞാൻ കുറച്ച് വികൃതിയുള്ള കൂട്ടത്തില്ല. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്, മര്യാദക്ക് നല്ല ഭക്ഷണവും വെള്ളമൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടില് ഒരു ഗ്ലാസ് ചായയും പരിപ്പൂടയും ഉണ്ടാകും. ഞാൻ ഇതും എടുത്ത് ഓടി. അപ്പൊ ഇദ്ദേഹം വേറൊരാളെ പറഞ്ഞു, എന്റെ പരിപ്പൂട വെച്ചിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ പരിപ്പൂട. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പടച്ചവൻ അറിയുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല, അത് അല്ലെങ്കിലും അറിയത്തില്ലോ. നമുക്കറിയുന്ന കാര്യങ്ങൾ പടച്ചവനറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ അറിവില്ലായ്മ പടച്ചവനറിയില്ലേ? നമുക്കറിയാത്ത ഒരു കാര്യം നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക, പിന്നീട് വ്യാഖ്യാനങ്ങളുമായിട്ട് നമ്മൾ കെട്ടിമറിയാന്നൊക്കെ പറഞ്ഞാൽ എവിടത്തെ ഏർപ്പാടാണ്? ഇദ്ദേഹം എന്റെ കയ്യിൽ ഒരു 3 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ആ കടയിൽ പോയി ഒരു പരിപ്പൂടി കൂടെ വാങ്ങി കഴിച്ചു, എനിക്ക് ബുദ്ധി വെക്കുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇവർക്കും അറിയാം, ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഇവർക്കും അറിയാം. പക്ഷെ കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കാൻ കുറച്ച് പ്രയാസം. ഞാൻ ഈ പാലിയലിന്റെ വിഷയം പറഞ്ഞത് ഖുർആനല്ല, ഹദീസാണ്. അപ്പോ സ്ത്രീയെ വക്രതയോടുകൂടി തന്നെ കൊണ്ടുപോകാനാണ് നബി പറഞ്ഞത്. അവര് ഓൾറെഡി പറഞ്ഞവരാണ്. ഈ ഒരു അധിക്ഷേപം അവരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുമ്പോട്ട് വരിക? ഞാൻ ദുർബലയാണ്, ഞാനൊരു ദുർബല, ഒന്നാമതേ ഗർഭിണി, അതാണ് എന്റെ ദുർബല എന്ന് പറയുന്നത് പോലെ എനിക്ക് കഴിയില്ല. ഇവർ സ്വയം അങ്ങനെ ആർജിക്കാൻ തയ്യാറാകാതെ ശോഷിച്ചാണ് ഇവരുടെ പ്രതിരോധ ശേഷി. ഇവിടെ റെസ്ലിംഗില് റോണ്ട റൗസി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, അവരാണ് ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ. ആ ലേഡി ഒരു 25 ചാമ്പ്യന്മാരുണ്ടെങ്കിലും അവർ ഈസി ആയിട്ട് ഇടിച്ചു തള്ളിയിടും. അപ്പൊ പെണ്ണ് ശക്ത തന്നെയാണ്. ഇതേ ചാമ്പ്യൻ തന്നെ WWE ചാമ്പ്യൻ പുരുഷനുണ്ട്, അവരും ഇവരും കൂടി കളിച്ചാലും ഈ ലേഡിയെ ജയിക്കും. എത്ര പേരെയും ഒറ്റയടിക്ക് ഒരു കൈ കൊണ്ട് തൂക്കി തള്ളിയിടാൻ ഇന്ന് സ്ത്രീകൾ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും സ്ത്രീകൾ വളരെയധികം എബിലിറ്റി ഉള്ളവരാണ് എന്ന് സ്വാതന്ത്ര്യം കൊണ്ട് തിരിച്ചു. ഇസ്രായേലി സ്ത്രീകളൊക്കെ എന്തൊരു ശക്തരാണ്, അവരൊക്കെ എന്തൊരു കരുത്തരാണ്. അവരുടെയൊക്കെ ഫൈറ്റിങ്ങിൽ തന്നെ അറിയാം അവര് എത്രമാത്രം ശക്തരാണ്. പർദ്ദയും മക്കനെയും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ പോലും അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വളരെ ശക്തിയുക്തം നിൽക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു പട്ടാളക്കാരൻ ഒരു ഇസ്രായേലി കുട്ടിക്ക് നേരെ തോന്നിയപ്പോൾ ആ കുട്ടി ഇങ്ങനെ നിൽക്കുന്നു, വെടിവെച്ചു. അത്രമാത്രം ധൈര്യം. അപ്പൊ നമുക്ക് അവസരങ്ങളുടെ ഇല്ലായ്മയാണ് പ്രശ്നം, അതല്ലാതെ അവർ ദുർബലരായതുകൊണ്ടല്ല. ഖുർആൻ പറയുന്നത് വീണ്ടും നമ്മൾ അശക്തരാണ് എന്ന് ഖുർആൻ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുവാണ്. സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ് പുരുഷന്മാർ. സ്ത്രീ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടേണ്ടവളാണ് എന്ന് ഏതാൻ ആകാശത്തിനപ്പുറത്തിരുന്ന പുരുഷ അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. ചിലർക്ക് ചിലരെ കൊണ്ട് അല്ലാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പെണ്ണിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത് ഇന്ന് പുരുഷൻ മരിക്കുന്നത് വരെ ഇവൾക്ക് ചോറ് കൊടുക്കാനുള്ളത് വിലപേശികളുടെ വീട്ടിൽ നിന്നും വാങ്ങിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഞാനിപ്പോ ഒരു പശുവിനെ വളർത്തിയാൽ ആ പശു എനിക്ക് പാല് തരും, അതെനിക്ക് സ്നേഹം തരും, അതിനെ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. കാരണം എന്റെ മുതലാണല്ലോ ഇരിക്കുന്നത്. അതിനെ വേണ്ടെങ്കിൽ എനിക്ക് വിൽക്കാം, എനിക്ക് ഇറച്ചിക്ക് വിൽക്കാം. അതുമല്ല, അതിന് ചാണകം വരെ എനിക്ക് വിറ്റ് പൈസയാക്കാം. എന്നാൽ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി ഒരു 25, 22, 23 വയസ്സ് വരെ വളർത്തി അവളെ പണം ചെലവാക്കി പഠിപ്പിച്ച് അവളുടെ മാറി മാറി വരുന്ന വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള വസ്ത്രങ്ങളും ഭക്ഷണ രീതികളും താമസ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തു കൊടുത്ത് ഒരു പയ്യനെ പിടിച്ചേൽപ്പിക്കുമ്പോഴും ബാധ്യത കൊണ്ടുപോയി എണ്ണി തിട്ടപ്പെടുത്തി 9 മാസവും 10 ദിവസവും ആകുന്നതിന് മുമ്പ് ഇവിടെ പ്രസവിച്ചിരിക്കാം. പ്രസവ ചെലവ്, പിന്നീട് അങ്ങനെ ഒരുപാട് ചെലവുകൾ, ഇതെല്ലാം വഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പെണ്ണിനെ ഒരു ബാധ്യതയാക്കി, ഇത് ഇസ്ലാമിൽ മാത്രമല്ല
എല്ലാവരിലുമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് പുരുഷൻ അവന്റെ സമ്പത്ത് ചിലവഴിക്കുന്നത് കൊണ്ടാണ് അവന് ശ്രേഷ്ഠത നൽകിയത്. ഇനി നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ളവരാണെന്ന് അറിയാമോ? കാനിക്കാത്തും ഭയങ്കര അനുസരണയുള്ളവരായിരിക്കും. അതായത് അനുസരണ എന്ന് പറഞ്ഞാല് നബി പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾക്കറിയോ ഞാൻ സ്വർഗവും നരകവും കണ്ടു. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വേറെ ഹദീസ് ഉണ്ട് കേട്ടോ. കഥയിൽ ചോദ്യമില്ല. ഇത് പറഞ്ഞ് കണ്ടാൻ വെച്ചിരിക്കുമ്പോൾ എഴുതുന്നതാണ്, അത് എഴുതി പിടിപ്പിക്കലായിരുന്നു. അപ്പൊ ഞാൻ സ്വർഗവും നരകവും കണ്ടു. നരകത്തിലധികവും സ്ത്രീകളാണ്. എന്താ കാരണം എന്നറിയോ? അവർക്ക് ഭയങ്കര നാവാണ്. അതുകൊണ്ടാണ് നരകം കണ്ടത്. കക്ഷി ഉറങ്ങി കിടന്നപ്പോ സ്വപ്നത്തിൽ കണ്ടതാണ് ഈ വിഷയങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധാരാളം സ്വതക്ക ചെയ്തു, സ്വതക്കെ ദാനം ചെയ്തു. ഇവരുടെ കയ്യിൽ നിൽക്കുന്ന സ്വർണവും പൈസയും ഒക്കെ പിടിച്ചു വാങ്ങാൻ പേടിപ്പിക്കലല്ലാതൊരു തന്ത്രമില്ല. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഇത്ത പറഞ്ഞു, വീട്ടിൽ ഇരുന്നാൽ കള്ളം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഞാനൊരു മാല എടുത്ത് കരുത്തിലിട്ടിട്ട് ഉസ്താദിന്റെ ബാങ്ക് കേൾക്കാൻ പോയത്. അപ്പൊ അതിനേക്കാൾ ഒരു പെരുങ്കള്ളം കൊണ്ടുപോയത്. കാരണം ഇവന്മാര് കരച്ചിലോട് കരച്ചില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കുന്നതാവും കബീർ ബാക്കവി, അബ്ദുൽ ഗഫാർ മൗലവി, നൗഷാദ് ബാക്കവി എന്നൊക്കെ പറയുന്ന കുറച്ച് ബിരുദന്മാരുണ്ട്. അവരെയും ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ തൊഴിലുറപ്പുകാരെ പഠിച്ച ഷെഫീഖ് ഖാസിമിയെ പോലുള്ള ടീം. അപ്പോ ഇവര് പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വാപ്പ വാങ്ങിത്തന്ന മാലയില്ലേ മോളെ നിന്റെ കഴുത്തിൽ, വാപ്പയതാ മോളെ കവറിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുന്നു മോളെ, ആ മാലക്കുരി പക്കത്തിലിട്ടാൽ വാപ്പയുടെ ശിക്ഷ കൊച്ചുട്ടി കൊടുക്കാതിരിക്കും, ചെവി അർദ്ധെങ്കിലും ഒരു കൊടുക്കും. ഇങ്ങനെയാണ് ഈ തട്ടിപ്പുകാരന്മാര് പൈസ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ധാരാളം പൈസ ഉണ്ടാക്കി കഴിഞ്ഞാല് അതിന്റെ ഇത്ര ശതമാനം ഇവർക്കാണ്. ഇവരെ ഒരു സിറ്റിങ്ങിന് വിളിച്ചാല് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ റെയറാണ്. അത് ഏത് കാറ് വരിക, അത് ഒരു നമ്മുടെ കയ്യിലുള്ളത് റോഡ് പിക്കുവാണ്, ഒരു കിലോമീറ്റർ. ശരി, പിന്നെ ആരെ വിളിക്കാൻ വരിക? ഇന്നാണ് 3 പേര് പറഞ്ഞു. ശരി, എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 50. കാരണം ഇവര് വന്നാലേ ഈ പിരിവ് കിട്ടുക. ഈ വീടുകളിലുള്ള സ്വർണം കാറിൽ കിടക്കുന്നതും കരത്തിൽ കിടക്കുന്നതും ഒക്കെ പൂച്ച് ബക്കറ്റിൽ വരണമെങ്കിൽ ഇവര് വരണമല്ലോ. ഇവര് വന്നിട്ട് ഒരു മാപ്പിളപ്പാട്ടൊന്ന് വെച്ച് കാണിച്ചു. എനിക്കറിയാം ഒരുപാട് ഉസ്താദന്മാര് ഏകദേശം ഈ മാപ്പിളപ്പാട്ട് പാടുന്ന ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി. പിന്നെ ഇത് ഒരു 25 പ്രാവശ്യം പറയും. അങ്ങനെ ഒരു 25 മിനിറ്റ് പോയി. ചുരുക്കത്തില് ഇവര് പിന്നീട് വന്ന് പറയുന്നത്, പെണ്ണിന് പുരുഷനോടുള്ള കടമ എന്തെന്നറിയുമോ? പുരുഷന്റെ ഒരു മൂക്കിൽ നിന്ന് രക്തവും ഒരു മൂക്കിൽ നിന്ന് ചലവും ഒഴുകി വന്നാൽ അത് നക്കി കുടിച്ചാൽ പോലും പെണ്ണിന്റെ ബാധ്യത പുരുഷനോടുള്ളത് തീരില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പാവം സ്വർഗം ആഗ്രഹിച്ചിട്ട് ഈ പാവങ്ങള് ഊരിട്ട് കൊടുക്കുക. എന്റെ മോക്ക് അപ്പുറത്തെപ്പെട്ട വരക്കരോ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ പുരുഷന്റെ ചലം നക്കി തുടയ്ക്കാനും പെണ്ണു വേണം. എന്ത് മോഹിച്ചിട്ടാ? സ്വർഗം മോഹിച്ചിട്ടാ? അവിടെ ഒന്നും ഇല്ല കേട്ടോ, അത് വേറെ ഞാൻ പറയാം. അപ്പോ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അനുസരണയുള്ളവരായിരിക്കണം. അവരെങ്ങനെ അനുസരിക്കണം? സൂക്ഷിക്കാനേൽപ്പിച്ചത് അവരുടെ പുരുഷന്മാരുടെ അസാന്നിധ്യത്തിൽ അവരെ സൂക്ഷിക്കണം. വേറെ ആരുടെയും കൂടെ കിടക്കരുത്, വേറെ ആരുടെയും കൂടെ കണ്ണുകയിൽ കളിക്കരുത്, കമ്പനി അടിക്കരുത്, പ്രേമിക്കരുത് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ കക്ഷിക്ക് പറ്റും കേട്ടോ. കക്ഷിക്ക് ഇതിനൊന്നും യാതൊരു ലിമിറ്റും ഇല്ല, ഒക്കെ പറ്റും. തൊഴിലുറപ്പ് പദ്ധതിക്കാരും കണ്ടില്ലെങ്കില് കൂട്ടുകാരന്റെ മോളെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ അവരെ ഉപദേശിക്കണം. കാരണം ഇവര് ബുദ്ധി വിവേകം പറഞ്ഞവരാണെന്ന് നബി പഠിപ്പിച്ചത്. അങ്ങനെ ഹദീസുള്ളത്. നിങ്ങൾ അവരെ ഉപദേശിക്കണം. രണ്ടാമത്തെ ഐഡിയ ഇതാണ്, കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കണം. അതേ പറയാം. അവരെ അടിക്കണം. ഇനി അവൾ അനുസരിച്ചാലുണ്ടല്ലോ, ഈ ശിക്ഷ നടപടികളൊക്കെ കഴിഞ്ഞല്ലോ. ഇതൊന്നും ചെയ്താട്ടോ. പടച്ചോൻ പറയുകയാണേ, മഹാന ബാക്കി അയാൾ ചെയ്തോളൂ, ഇയാളെ സമാധാനിപ്പിക്കാം പുരുഷന്മാരെ. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തല്ലോ, ബാക്കി പടച്ചോൻ ചെയ്തോ. 4-ാം അധ്യായം 34-ാം വാചകം നിന്നു. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി കൂടുമ്പോ, വഴക്ക് കൂടുമ്പോ ഇവളെ മാത്രം ഉപദേശിക്കുന്നത് എവിടത്തെ ഏർപ്പാടാണ്? കാരണം ഇയാളെ ഉപദേശിക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ഇയാൾക്ക് തെറ്റ് സംഭവിക്കണം. തെറ്റിന്റെ
കോൺട്രാക്ട് പുരുഷ അള്ളാഹു സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കുന്നു. കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കുക രണ്ടാമത്തെ ശിക്ഷാ നടപടിയാണ്. ഇയാൾക്ക് 4 പേരുണ്ട്, അതാണ് രസം. ഇവിടെ ഒരു ദിവസം ഇല്ലെങ്കിലും അയാൾക്ക് അവിടെ പോകാം. ഇനി അതും അല്ലെങ്കിൽ മാമലക്കത്തെ അയ്മാനും അടിമ സ്ത്രീകളെ ഇഷ്ടം പോലെ വെച്ചുകൊണ്ടിരിക്കാൻ ഒരു പ്രശ്നമില്ല. അല്ലാത്ത ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇനി പെണ്ണിനെ ടെമ്പററി ഒന്ന് നമുക്ക് സസ്പെൻഷൻ ആക്കി വെക്കാം, ഡിസ്മിസ് ചെയ്യാതെ. എന്നൊക്കെ പറയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ശാപപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇനി 3 മാസത്തേക്ക് തൊഴില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പിന്നെ രക്ഷയില്ല. ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കാലം പിടിച്ച് പുറകെ നടക്കാം. പിന്നെ നീ എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മയായിപ്പോയി, പിന്നെ അത് തൊടാൻ പറ്റില്ല, പിന്നെ ഉമ്മാന്ന് വേണമെങ്കിൽ വിളിച്ച് പുറകെ നടന്നോളൂ. ഇനി അത് വേറെ രസം. ഇമാം തൊബിരി പറഞ്ഞു, ഈ ഇമാം തൊബിരി എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന് തന്നെ ഈ പടച്ചോൻ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി, ഇത് വ്യാഖ്യാനിച്ച് തേച്ച് വെളുപ്പിക്കാൻ ഈ പണ്ഡിതന്മാര് കിടന്ന് പെടാപ്പാട് പെടല, 7ാം കടലിൽ കിടന്ന് മുങ്ങി കുടിക്കല. തൊബിരി പറഞ്ഞു, ശയനമുറിയിൽ ഭാര്യയെ കെട്ടിയിട്ട് അടിക്കാനെന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. അതായത് ഇവിടെ പറഞ്ഞത് അവിടെ അപ്പം അയാൾ പറയാണ്, ഇമാം തൊബിരി പറയാണ്, ഹജറ എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക, ഹജറൽ ബഗീറ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ കെട്ടില്ല. ഇത് യോജിക്കും. ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കി പുറത്തെ പോകാതിരിക്കാൻ കട്ടലിന്റെ കാലിൽ പിടിച്ച് കെട്ടുക, അടിക്കുക. എന്തിനാണ്? അനുസരിക്കാൻ. ഇയാളെ മറ്റേ കാലിൽ പിടിച്ച് കെട്ടണ്ടേ? ഞാനിത് കെട്ടുന്നല്ലോ, യാതൊരു സംശയമില്ല. അപ്പോ കെട്ടിയിട്ട് അടിക്കുക. ഇനി ശയനമുറിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞു. ഇവിടെ വിട്ടു നിന്നാൽ തൊട്ടടുത്ത മുറിയിൽ ഇയാൾ മറ്റേ പെണ്ണുമായിട്ട് കിടക്കായിരിക്കും. ഒരു മനുഷ്യ സ്ത്രീ അല്ലേ? ഇയാള് പിന്നീട് ഇവരുടെ ടോസ് ഇട്ട് ഡേറ്റ് ഇട്ട് ഒരാഴ്ച ഇവർക്ക്, ഒരാഴ്ച അയക്ക്, മറ്റൊരാൾക്ക് ഒരാഴ്ച, ഇങ്ങനെ ഇതൊക്കെ തിരിഞ്ഞു വരുമ്പോഴേക്ക് ഇവര് കരഞ്ഞ് കാവല് കിടന്നും പട്ടിണി കിടന്നും വേഗം ഒരറ്റം എത്തിയിട്ടുണ്ടാവും. ഇവര് തിന്നോ കുടിച്ചോ, ഇവരുടെ വിഷമങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ ഒരാളും ഉണ്ടാകില്ല. ഈ പെണ്ണിന് ഒരിടത്തും പരാതിയും കൊണ്ട് ചെല്ലാനും പറ്റില്ല. നമ്മൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്താ ചെയ്യാം? അപ്പൊ പറയും, മോളെ ക്ഷമിക്കണം, കാരണം ബാബുവിന്റെ സിംഹാസനം കുലുങ്ങും. ഒരു സ്ത്രീ പുരുഷനെ വേണ്ടെന്ന് വെക്കുമ്പോ, അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാല് ചെളി കാണുന്നിടത്തൊന്ന് ചവിട്ടും, വെള്ളം കാണുന്നിടത്തൊന്ന് കഴുകും. പുരുഷന്മാര് ചെയ്യുന്നതാ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇതാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഉപദേശം. ഇനി പള്ളി കമ്മിറ്റിക്കാരടുത്ത് പോയാലോ, ബാബുവിന്റെ സിംഹാസനം കുലുങ്ങും, അതാവും ഇഷ്ടമില്ലാത്ത പണിയാട്ടോ. പക്ഷെ ഇയാൾക്ക് ഒഴിവാക്കാം. അപ്പോ ഈ പെണ്ണിനെ കരയിച്ചിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് കുത്തു വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം പടച്ചവരുടെ സിംഹാസനത്തില് ഉറച്ചിരിക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ സുബൈർ ബിൻ അൽ അവ്വാം എന്ന് പറയുന്ന നബിയുടെ ഒരു അനുചരൻ, ആദ്യത്തെ 10 മുസ്ലിങ്ങളിൽ പ്രമുഖൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ഭാര്യ അസ്മ എന്ന് പറയും, 2ാം ഖലീഫയായ അബൂബക്കറിന്റെ മകളാണ്. അവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: സുബൈറിന് ഞങ്ങളോട് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ഒരു വടി മുറിയോളം അയാൾ ഞങ്ങളെ അടിക്കാറുണ്ടായിരുന്നു. ചോദിക്കാൻ ആരുമില്ലല്ലോ, കന്നുകാലികളെ പോലെ കൊണ്ടുപോവുക, അടിക്കുക, അത്ര തന്നെ. അപ്പോ ഈ ഖുർആൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവരോട്, അനാഥയുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവില്ലെന്ന് നീ ഭയപ്പെട്ടാൽ സ്ത്രീകളെ എവിടെയാ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഇച്ഛിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ നിന്നും നിങ്ങൾ കെട്ടിക്കോ. മദ്ന 2, വകുലാക 3, വറുബാഅ 4. എങ്ങനെയുണ്ട്? ഖുർആൻ പറയാണ് 4-ാം അധ്യായം 3-ാം വാചകം. അപ്പോ ഇതില് ഇമാം തൊബിരി ഖുർആനിന്റെ വിവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു, 2 എന്ന് പറഞ്ഞാല് ഒറ്റയടിക്ക് 2+2 4 കിട്ടും. പക്ഷെ ഉദ്ദേശിച്ചത് പടപ്പുകൾ വ്യാഖ്യാനിക്കാൻ. പിന്നെ അടുത്ത് കെട്ടുമ്പോൾ 3 എന്നാണ് പറഞ്ഞത്. അപ്പൊ 3+3 6 കിട്ടും. പിന്നെ കെട്ടുമ്പോൾ 4 എന്നാണ് പറഞ്ഞത്. അപ്പൊ 4+4 മൊത്തം 18 കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഖുർആനിൽ 4 എന്ന് കിട്ടും നമുക്ക്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 1, 2, 3, 4 എന്നുള്ളത് 4 വരെ നമുക്ക് എടുക്കാൻ വേണ്ടി. പക്ഷെ നബി എണ്ണിയാൽ എടുക്കാത്ത ഭാര്യമാരുണ്ട്. നമുക്ക് ധാരാളം, നമുക്ക് ഈ
സീറത്ത് ഹിഷാമിന്റെ ഒക്കെ വ്യതിചരിത്രങ്ങളുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് ധാരാളം നബിയുടെ ഭാര്യമാരുടെ വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ പേര് ഇവിടെ നമുക്ക് കിട്ടും. ഇതൊക്കെ തേച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കില്ല. നമ്മൾ അതിന്റെ റെഫറൻസ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ ഇദ്ദേഹം ഈ ഇമാം ത്വബരി പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ നബി അത്രയും കിട്ടിയിരിക്കുക. ഇനി നബി ഖുർആൻ പറയാണ്, നിനക്കിനി ഇവരോട് നീതി പാലിക്കാനാവില്ല എന്ന് ഉറപ്പിച്ചു. അനാഥരോടല്ല സനാഥരോട്. എന്നാൽ ഒന്ന് കെട്ടിയാൽ മതി, നമുക്ക് നീതി പാലിക്കാനാവില്ലെങ്കിലല്ലേ. ഇനി അടുത്താണ് രസം. അടിമകളുടെ കാര്യത്തിൽ ഈ വിഷയമില്ല കേട്ടോ. അടിമകളുടെ സ്ത്രീകളല്ലേ. സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. പടച്ചവന് പടപ്പുകൾക്കിടയിൽ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടാക്കാൻ പാടുണ്ടോ? പടച്ചവന്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യന്മാരും സമന്മാരായിരിക്കണ്ടേ? അടിമകളായി പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് എന്താ മനസ്സും മജ്ജയും മാംസവും ഒന്നുമില്ലേ? അവരെ എന്താ മനുഷ്യന്മാരിൽ ഉൾപ്പെടുത്താൻ പറ്റും? അവര് മനുഷ്യരല്ലേ? അപ്പോ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളാണെങ്കിൽ നീതിയും പാലിക്കണ്ട, കെട്ടലും വേണ്ട, നിനക്ക് എണ്ണവും വേണ്ട, ആയിക്കോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ അതിന് ലംഘിക്കാതിരിക്കാം. നിങ്ങൾക്ക് അതാ നല്ലത് കേട്ടോ. ഏത് സനാഥരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾ നീതി പാലിക്കില്ല. അനാഥരാണെങ്കിലോ നീതി പാലിക്കാനാവില്ലെങ്കിൽ കെട്ടണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിനേക്കാൾ നല്ലത് അടിമകളുടെ മുന്നിൽ പഠിച്ചു. ഇനി ഇവിടെ എന്ന് പറഞ്ഞു അറബിയില് ഗ്രാമർ അർത്ഥത്തില് മാ എന്ന് ഉപയോഗിക്കുന്നത് അചേതന വസ്തുക്കള്, അതുപോലെ മൃഗങ്ങള്, മനുഷ്യന് മൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ബൈലാവി എന്ന് പറയുന്ന ഒരു ഇമാം ഈ ഖുർആനിന്റെ വിവർത്തകനാണ്. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹം, ഇസ്ലാമിലുള്ള എല്ലാ സംഘടനാ സമൂഹങ്ങളും അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അദ്ദേഹം പറയുന്നത് മാ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, മനുഷ്യനെ രൂപത്തിലല്ല സ്ത്രീ എന്നാണ്. അപ്പോൾ മൃഗങ്ങളോ അല്ലെങ്കിൽ അചേതന വസ്തുക്കളുടെ ഒക്കെ കൂട്ടത്തിലാണ് സ്ത്രീ. അപ്പോ ഇങ്ങനെ വരണമെങ്കിൽ ഒരു വീട്ടില് ഒരു പുരുഷൻ വീട് നിറയെ സ്ത്രീകൾ, അന്നതൊക്കെ ആഢ്യത്വമായിരുന്നു എന്നാണ് പറയുന്നത്, അലങ്കാരമായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ധാരാളം സ്ത്രീകൾ വരണമെങ്കിൽ ഒന്ന് അവർക്ക് പൊതുബോധം നിഷേധിക്കപ്പെടും. രണ്ടാമതായി അവർക്ക് അക്ഷരാഭ്യാസം കൊടുക്കരുത്. എന്റെ ഉമ്മ 85 വയസ്സുണ്ട്, ഇന്നും എന്റെ വാപ്പച്ചിയുടെ പേര് പറയില്ല. പേര് പറയാൻ പാടില്ലല്ലോ. അറബിയിൽ എഴുതിയ ഒരു സിനിമാ പോസ്റ്റർ കൊണ്ടു കൊടുത്താല് ഒന്നും എടുത്ത് കഴിക്കാനും കഴുകിട്ടത് ഭയഭക്തിപരമാനത്തോടുകൂടി വന്ന് വാങ്ങിച്ച് മെത്തരടി കൊണ്ടുവിട്ടും കഴിക്കും. കാരണം ഇവർക്ക് അക്ഷരാഭ്യാസം ഇല്ല. മദ്രസയുടെ നിയമം, മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂള്, അതിന്റെ നിയമം നരകത്തിന്റെ നിയമമാണെന്ന് അവരെ പഠിപ്പിച്ചത്. നല്ല മലയാള ഭാഷ കാഫിറിന്റെ, അതായത് മറ്റു ജാതിക്കാരുടെ ഭാഷയാണ് മലയാള ഭാഷയെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഭാഷയാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. മലയാളം കാഫിറിന്റെ ഭാഷയായതുകൊണ്ട് മലയാളവും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മലപ്പുറം, കോഴിക്കോട് സ്ഥലങ്ങളിലൊക്കെ ഇയ്യ്, ഇജ്ജ്, കുത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അന്ന് പള്ളി മിമ്പറുകളിൽ, അതായത് കുത്തുബ ജുമുഅ ഒക്കെ നടക്കുന്ന കുത്തുബകളിൽ ഇമാമുമാര് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നല്ല മലയാള ഭാഷ സംസാരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞിട്ട്. അന്ന് തംപുരാനെ എന്നായിരുന്നു പറയുന്നത്. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നല്ല മലയാളമായി പോകൂലേ, അങ്ങനെയാണ് ഈ ഭാഷ ഇങ്ങനെ വക്രതയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഭാഷ വന്നത്. നല്ല മലയാളം സംസാരിക്കാൻ പാടില്ല എന്ന് അന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ അന്നും ഇവിടെ 100 വർഷം 150 വർഷമൊക്കെ പഴക്കമുള്ള കൺവെർഷൻ സെന്ററുകൾ ഉണ്ടായിരുന്നു. മതം മാറ്റുന്ന ഈ പൊന്നാനി മൗലത്തുൽ ഇസ്ലാം സഭ പോലെ, കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം പോലെയൊക്കെയുള്ള മതം മാറ്റൽ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അക്ഷരാഭ്യാസമുള്ള സ്കൂളുകളില്ല. അന്ന് ഇവിടെ വടകരയ്ക്കടുത്ത് കോട്ടയം താലൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. ഇന്ന് കോട്ടയം താലൂക്കില്ല. അവിടെ കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായിരുന്നു കതിരൂർ. അവിടെ ആ സ്ഥലത്ത് ഒരു മദ്രസ, ആ മദ്രസയില്
എങ്ങനെയെങ്കിലും ഒന്ന് ഭാഷ പഠിപ്പിക്കണം, ഇവരെ എഴുത്തും വായനയും പഠിപ്പിക്കണമല്ലോ. ബ്രിട്ടീഷ് ഇന്ത്യ ഭാഷ പഠിപ്പിക്കുന്നവർക്ക് ഒരു ഗ്രാന്റ് നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിലും ഇവരൊന്ന് പഠിക്കട്ടെ. ആ കാലത്ത് അന്നത്തെ അറബി മദ്രസകളിലെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠനമാക്കി. കാരണം ഇത് ഇവിടെ നിന്ന് വിട്ടാലേ ഇവരെ പഠിക്കുകയുള്ളൂ ഭാഷ. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു, നിങ്ങൾ ഇവിടെ തന്നെ മതം പഠിപ്പിച്ചോ, അതിന്റെ കൂടെ ഏതെങ്കിലും കുറച്ച് സമയം നിങ്ങൾ ഇവരെ ഭാഷ പഠിപ്പിക്കണം, മലയാള ഭാഷ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. അങ്ങനെ ഇവർക്ക് ഒരു ഗ്രാന്റ് നിശ്ചയിച്ചു. ഞാനത് അവിടെ പറഞ്ഞിരുന്നു, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. അപ്പൊ ഈ ഗ്രാന്റ് നിശ്ചയിച്ചു കൊടുത്തപ്പോ ശരി, ഒരു പുരോഗമനവാദിയായ മാനേജർ അത് സംബന്ധിച്ച് പഠിപ്പിക്കാമെന്ന് തോന്നുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇൻസ്പെക്ഷൻ ആള് വന്നു. ഇൻസ്പെക്ഷന് ആള് വന്നപ്പോഴേക്ക് അന്ന് എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ വരുന്നു. അപ്പൊ അദ്ദേഹം വന്നു. ഇദ്ദേഹം പറഞ്ഞു, ഈ സ്കൂൾ മാനേജർ പറഞ്ഞു, ഇനി ഞാൻ ഭാഷ പഠിപ്പിക്കില്ല. അതെന്താ കാരണം? ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരായ അധ്യാപകരും മാനേജർമാരും ഒക്കെ സ്വർഗത്തിൽ ഇങ്ങനെ വരിവരിയായി പോകുന്നു. ഞാൻ എത്തിയപ്പോൾ ബ്രേക്കായി. എന്താ കാരണം? ഞാൻ ഭാഷ പഠിപ്പിക്കുന്നു. കാരണം എന്റെ ഉദ്ദേശം ശരിയല്ല, എന്റെ ഉദ്ദേശം ഈ ഗ്രാൻഡാണ്, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കില്ല. ആ കാലത്ത് നിന്ന് ഇന്ന് ഇസ്ലാം സമൂഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ശവം കീറി മുറിക്കുന്ന ഏർപ്പാടിന് മുസ്ലിങ്ങളിൽ നിന്ന് നാളെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരാളെയും പഠിപ്പിക്കാൻ വിട്ടില്ല. പണ്ഡിതന്മാർ സമ്മതിച്ചില്ല. അന്ന് മറ്റു മതസ്ഥർ അവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന കാലഘട്ടമായിരുന്നു. ഒരു ലക്ഷദ്വീപിൽ സ്കൂൾ തുടങ്ങിയപ്പോൾ പഠിക്കാൻ പാടില്ല. ഒടുവില് ഒരുപാട് പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളൊക്കെ വരുത്തി, അവരുടെ അഭിപ്രായങ്ങളൊക്കെ വരുത്തി, ആ കുഴപ്പമില്ല. പിന്നീട് പെണ്ണിന് പറ്റുമോന്നായി. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഈ സനത്തുള്ള മക്കീത്തങ്ങള് വക്കം മൗലവിയൊക്കെ ഈ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അക്ഷരാഭ്യാസം പഠിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ ഇങ്ങനെ കുറച്ചൊക്കെ ഒരു പുരോഗമനം വന്നതും ആൾക്കാരെ ബോധവൽക്കരണം നടത്തിയതുമൊക്കെ അത്തരം ആൾക്കാർ തന്നെയാണ്. അവര് തന്നെയാണ് ഇന്നത്തെ ഈ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ പാത തെളിച്ച് തന്നവര്. അപ്പൊ അന്ന് മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് മുസ്ലിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ തുടർന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ മുസ്ലിങ്ങളല്ലേ, നമ്മള് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റല്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. രോഗികളായിട്ടും ഡോക്ടറായിട്ടും നഴ്സായിട്ടും ഒക്കെ തന്നെ. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് കിംസ്, അനന്തപുരി ഹോസ്പിറ്റൽ, PRS, അതുപോലെ SP സ്പെഷ്യൽ ഹോസ്പിറ്റല്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഏറ്റവും ഒരു പലത് നടത്തിയ സെൻസസിൽ ഞാനും പോയിരുന്നു, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. അന്ന് അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന പണ്ഡിതന്മാർ ശ്രദ്ധിച്ചിരുന്നതനുസരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ഒരു പുരോഗമനം ഉണ്ടാകുമായിരുന്നില്ല. എന്നിരുന്നാലും ഇന്നും മുസ്ലിം ലീഗിലൊക്കെ ഒരു MLA-യോ ഒരു MP-യോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? വനിതാ സമ്മേളനത്തിന് ഇരിക്കുന്നത് മൊത്തം പുരുഷന്മാരാണ്. കാരണം നിവൃത്തിയില്ലാതെ വരുമ്പോൾ സംവരണ സീറ്റ് 1-2 പേർക്ക് കൊടുക്കാൻ നിർബന്ധിത അവസ്ഥ വരുമ്പോൾ മാത്രം, എല്ലാ പാർട്ടിക്കാരും തന്നെയാണ് ആകുമ്പോൾ മാത്രമാണ് അവരിതിന് എന്തെങ്കിലും ഒന്ന് മൂടിക്കൊടുക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ 33% വിദ്യാർത്ഥികളെ 94 പാസ്സാക്കിയിട്ട് ഇന്നും അതൊന്നും പാസ്സാകാതെ കിടക്കുന്നു, ബില്ല് അവതരിപ്പിച്ചു. അപ്പം അത്തരം, അതായത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തെ സ്ത്രീ നേതൃത്വ നിലയിലേക്ക് വന്നാൽ ആ സമൂഹം നശിച്ചു പോകുന്നു. കാരണം ഇവർ രണ്ടാം കിടയിലായി പോകില്ലേ? ഇവരുടെ അടിച്ചു തൊഴിക്കാനും അടിച്ചുതൊഴി വാങ്ങാനും ഇവരുടെ കുത്തുവാക്കിട്ടാലും ഇവര് പറയുന്നതൊക്കെ കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനും ഒന്നും പെണ്ണിനെ കിട്ടാതാവില്ലേ? അതുകൊണ്ട് പെണ്ണിന് എപ്പോഴും നല്ലത് ഇരുട്ടറയാണ് എന്ന് പഠിപ്പിച്ചു. ഇനി ഒരു ഇല്ലോജിക്കൽ വശം ഇന്ന് കാണുന്ന ഈ പർദ്ദയും മക്കനെയും ഈ കറുത്ത ചാക്കിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളെ വിലയ്ക്ക് വിറക്കി നിർത്തി ഇങ്ങനെ ഈ പുറത്തു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. നബിയും നബിയുടെ ഭാര്യമാരും ഒരു ദിവസം അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ ഒരു മനുഷ്യൻ അവിടേക്ക് കയറി. നബി ഇവരോട് പറഞ്ഞു, നിങ്ങൾ അകത്ത് വെക്കോ,
നബിയുടെ ഭാര്യമാരെ അന്ധനല്ല. അന്ധനാണെങ്കിലും നിങ്ങളെ അവർക്ക് കാണാമല്ലോ. അല്ല, അദ്ദേഹത്തിന് നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമല്ലോ. ആ ഹദീസിന്റെ പിൻബലത്തിലാണ് ഇന്ന് ഈ മൂടിക്കെട്ടി നടക്കുന്നതെങ്കിൽ ഇവര് കണ്ണു തുറന്നിട്ടല്ലേ നടക്കുന്നത്. ഈ പർദ്ദ സമ്പ്രദായം ഇസ്ലാമികമാണോ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം നബി പറഞ്ഞത് നിങ്ങൾ കാണരുത് എന്നല്ലേ. ഏതെങ്കിലും ഒരു പുരുഷൻ മറച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇവർക്ക് കാണാൻ വിചാരിച്ചിട്ട് പുരുഷന് സ്വർഗം ലഭിക്കണമെങ്കിൽ, പുരുഷന് പ്യൂരിറ്റി ലഭിക്കണമെങ്കിൽ, അവന്റെ വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ, അവന് മോഹവും കാമവും ജനിച്ച് ഒരു സ്ത്രീയെ കയറി പിടിക്കാതിരിക്കണമെങ്കിൽ പെണ്ണ് പൊതിയണം, പെണ്ണടങ്ങണം, പെണ്ണ് അടിമയാകണം, പെണ്ണ് വീട്ടിനുള്ളിൽ കഴിയണം. കാരണം നബി പറഞ്ഞു ഈ ലോകം മുഴുവനും വിഭവങ്ങളാണ്, പക്ഷേ അതിലേറ്റവും നല്ല വിഭവം സദ്വൃത്തയായ സ്ത്രീയാണ്. സദ്വൃത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ? തല്ലുമ്പോൾ കൊള്ളണം, തലോടുമ്പോൾ അനുഭവിക്കണം. അതാണ്. എങ്ങനെയെന്നറിയാമോ? നീ അവനോട് ശവം പോലെയാകണം, മയ്യത്ത് പോലെയാകണം. എങ്ങനെ? മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, ശവം കുളിപ്പിക്കുന്ന സമയത്ത് ശവം തിരിച്ചിട്ടാൽ അങ്ങനെ ഇടും, മറിച്ചിട്ടാൽ അങ്ങനെ ഇടും. അങ്ങനെ ആകണം നീ അവന്റെ മുമ്പിൽ. ആ രൂപത്തിലാണ് നീ അവനെ അനുസരിക്കേണ്ടത്. ഇങ്ങനെയാണ് ഇവർ സദ്വൃത്തയായ സ്ത്രീ എന്ത് എന്ന് പഠിപ്പിക്കുന്നത്. മുമ്പ് ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അവൾ വീട്ടു തടങ്കലിൽ കഴിയണമായിരുന്നു. ആദ്യകാലം അപരിഷ്കൃത സമയത്തിന്റെ കാലത്ത് സ്ത്രീ ഒറ്റയ്ക്ക് വ്യഭിചരിക്കുകയുള്ളൂ. നബിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് നബി അവരെ എറിഞ്ഞു കൊല്ലും. ചിലപ്പോൾ പിന്നീക്കും, ചിലപ്പോൾ അങ്ങനെ തിരിഞ്ഞേക്കും. പിന്നീട് അവരെ എറിഞ്ഞു കൊല്ലുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. നബി ചോദിക്കണ്ടേ, നിന്നെ ബലാത്സംഗം ചെയ്തതാണോ, അതോ നീ സ്വമേധയാ ചെയ്തതാണോ? ഇനി നീ ഒറ്റയ്ക്ക് ചെയ്യില്ലല്ലോ, ആരാണ് മറ്റേ കക്ഷി? അയാളെ ശിക്ഷിക്കാത്തിടത്തോളം ഈ എറിഞ്ഞുകൊല്ല് നിലയ്ക്കുമോ? ഇനിയും ആവർത്തിക്കില്ലേ? പുരുഷന് പ്രചോദനമല്ലേ? ഇയാൾക്ക് ദേഷ്യമുള്ള ഒരു പെണ്ണിനെ കയറി പിടിച്ചാൽ മതിയല്ലോ, അവള് പോയി അവിടെ പറയും എറിഞ്ഞുകൊല്ലും, ഇയാൾ രക്ഷപ്പെടും. ഇന്ന് പാകിസ്ഥാനിലൊക്കെ നിലനിൽക്കുന്ന നിയമമാണ്. അപ്പൊ പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ആ പിന്നെ രാജാവ് അല്ലെങ്കിൽ മന്ത്രിസഭ അവരോട് പറഞ്ഞു, ഞാൻ വ്യതിചരിച്ചിട്ടുണ്ട്, എറിഞ്ഞു കൊന്നു. ആരാണ് ഉത്തരവാദി? ആരാണ് ഇത് ചെയ്യിപ്പിച്ചത്? അതിന്റെ സാഹചര്യങ്ങൾ. ഇനി പുരുഷനാണെങ്കിലോ ഇയാൾ തൗബ ചെയ്യണം. ഒരു ടെക്നിക്കൽ ഉണ്ടായിപ്പാണ്. അപ്പൊ ഇയാള് പറയുന്നത് കുറച്ചോനെ ചെയ്തുപോലെ തന്നെ പറഞ്ഞു. എത്ര നല്ല നിയമമാണ് നോക്കിയ, സ്ത്രീകളെ ആദരിക്കുന്ന മതത്തിന്റെ നിയമം. പിന്നീട് 100 അടി വന്നു, പിന്നീട് 80 അടി വന്നു. സ്ത്രീകളാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഹദീസിലുള്ളത്. ഖുർആൻ പറഞ്ഞു 80 അടി കൊടുക്കണം. ഇനി വേറെ വലിയ രസകരമായ വിഷയങ്ങളൊക്കെ അതിലുണ്ട്. ഇനി ഈ സ്ത്രീയുടെയും പുരുഷന്റെയും വിവേചനം ജനിക്കുന്നത് മുതലേ തുടങ്ങും. കാരണം അന്ന് ലിംഗനിർണയം ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ജനിക്കുന്നത് മുതലാക്കിയത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങിയത്. ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ 2 ആടിനെ അറുക്കുന്ന സമ്പ്രദായമുണ്ട്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ആടിന് ജീവിതം പോയി. ഒരു പെൺകുട്ടിയാണെങ്കിൽ 1 ആട് പോയി. അവിടെ മുതൽ വിവേചനമായിരിക്കും. ഇനി പിന്നെ മുല കുടിക്കുന്ന ആൺകുട്ടിയാണ് മൂത്രമൊഴിച്ചതെങ്കിൽ അതിന് മാലിന്യമില്ല, അതിന് വെള്ളം ഇങ്ങനെ കുടഞ്ഞാൽ മതി. പെൺകുട്ടിയാണെങ്കിൽ കഴുകേ പറ്റുള്ളൂ. എല്ലായിടത്തും വിവേചനം വിവേചനം വിവേചനം. അപ്പോ ഇനി ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അവരുമായി അതൃപ്തിയോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ, തൃപ്തിയും അതൃപ്തിയും ഒക്കെ കക്ഷിയുടെ മാനസിക നിലവാരം അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പോ ഫിസിക്കൽ റിലേഷന് ഇയാൾക്ക് തൃപ്തിയില്ല, അങ്ങനെയാണ് ഈ പെണ്ണ് മരിക്കുന്നതെങ്കിൽ ഈ പെണ്ണിന് നരകം. ഈ പെണ്ണിനെ തൃപ്തിപ്പെട്ടിട്ടാണ് ഭർത്താവ് മരിക്കുന്നതെങ്കിൽ ഈ പെണ്ണിന് സ്വർഗമുണ്ടത്രേ എന്ന് പറയുന്നു. ഇനി പുരുഷൻ ഇവരെ വിളിച്ചു വേണ്ട ശാരീരിക ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഇവര് പോയില്ല, എന്തൊക്കെയൊക്കെ അസൗകര്യങ്ങളുണ്ടാവും. എന്നാൽ മലക്കുകൾക്ക് പിന്നീട് പണിയാം. നേരം വെളുക്കുമ്പോളം മലക്കുകൾ ഇങ്ങനെ ശപിക്കുന്നു. ഈ ശാപം
കോപം, ഇതൊക്കെ അള്ളാഹുവിനുണ്ട്, മലക്കുകൾക്കുണ്ട്, നബിമാർക്കുണ്ട്. ഇവരൊക്കെ നന്നായി ശപിക്കുന്നവരാണ്. എല്ലാം വിരൽത്തുമ്പിൽ സംഭവിക്കുന്ന ആള് എന്തിനാ ശപിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു ശപിക്കുന്നുണ്ട്, അള്ളാഹു നന്നായിട്ട് തന്ത്രം പ്രയോഗിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു നന്നായിട്ട് വഞ്ചന പ്രയോഗിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ എല്ലാം വിരൽത്തുമ്പിൽ സംഭവിക്കുന്ന ഒരു പടച്ചവൻ എന്തിനാണ് ഈ ശപിക്കുന്നത് കോപിക്കുന്നത് എന്ന് പറയുന്നത്? അപ്പൊ ഈ പെണ്ണിനെ ശപിക്കാൻ മലക്കുകളെ അള്ളാഹു ഏർപ്പാട് ചെയ്തു. ഈ ശിക്ഷ ഒന്നും പോരായിട്ട് ഇനി ഒരു സ്ത്രീ, അവർക്ക് എന്തെങ്കിലും ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗം വന്നു. ഈ സ്ത്രീയെ നന്നായി പരിചരിച്ച് നോക്കി സ്നേഹിച്ച് മരിച്ചു പോകുന്ന പുരുഷന് ഒന്നുമില്ല സ്വർഗത്തില്. പിന്നെ എങ്ങനെയാണ് പെണ്ണിനെ എങ്ങനെ ബലാത്സംഗം ഒഴിവാക്കി പുതിയ ഒന്നിനെ കെട്ടാമെന്ന് വിചാരിച്ചതായിരിക്കും നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സ്ത്രീയോട് ഇസ്ലാം വിവേചനം കാണിക്കുന്നത്. പെണ്ണിന് എന്തെങ്കിലും തരത്തിൽ അസുഖമുണ്ടെങ്കിൽ ഉടനെ തന്നെ അയാളുടെ നടക്കുന്നത് എന്ന് കിട്ടുക ചെയ്യും. അതല്ലാതെ കാരണം ഈ അല്ലാഹു എന്ന് പറയുന്ന സൃഷ്ടാവ് പുരുഷന്മാർ പ്രത്യേക വേർഷനാണ്. ചില സ്ഥലത്ത് അല്ലാഹു തന്നെയാണ് പുരുഷന്മാരെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിയന്ത്രണാധികാരം ഒക്കെ പറഞ്ഞത്, അല്ലാഹുവിന് അടിമകളുടെ മേൽ നിയന്ത്രണ അധികാരമുണ്ട്. അതുപോലെ പുരുഷന് അവന്റെ സ്ത്രീയുടെ മേൽ നിയന്ത്രണ അധികാരമുണ്ട്. ആൾക്കാരുടെ അല്ലാഹു പഠിച്ചവൻ, സ്ത്രീയുടെ അല്ലാഹു പുരുഷനാണ്. ഇത് അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങളോട് സ്ത്രീകളോട് സുജൂദ് ചെയ്യാൻ, അതായത് സാഷ്ടാംഗം ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിലായിരിക്കുമായിരുന്നു. അപ്പൊ എന്തായി? സുജൂദ് ചെയ്തതുപോലെയാണ്. അപ്പൊ ആ സുജൂദിന്, ആ സാഷ്ടാംഗം നമസ്കരിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരാളായി ആ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇവിടെ പഠിച്ചവൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പഠിച്ചവനും ഭർത്താവും രണ്ടു ദിശകളിലാണെങ്കിലും ഏതാണ്ട് ഇന്നത്തെ ഇഡലി നാളെ അരച്ച് ദോശ വെക്കുന്നത് പോലെയാണ് അവിടെ. സ്ത്രീയെ ഇങ്ങനെ എല്ലാ നിലകളിലും സെക്കൻഡറി ആക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇമാമുമാര് പറയുന്നതാണ്, ഇവര് ഈ പീരിയഡ്സിന്റെ സമയത്ത് ഇവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല, നോമ്പ് പിടിക്കാൻ പറ്റില്ല, അതുപോലെ ഇവർക്ക് പൊതുവിജ്ഞാനം കുറവാണ്, ദീന് കുറവാണ്, ഓർമ്മശക്തി കുറവാണ്, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ടീമായിട്ടാണല്ലോ പഠിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോ പുരുഷന്മാരാണെങ്കിൽ എല്ലാത്തിനും വളരെയധികം കഴിവുള്ളവരുമാണ്. അപ്പൊ അവർക്ക് മറവിയോ ഒന്നും സംഭവിക്കില്ല. അപ്പോ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും, അതായത് ഈ സ്ത്രീക്ക് ഈ പീരിയഡ്സ് മ്ലേച്ഛം ഖുർആൻ പറഞ്ഞു. പീരിയഡ്സിനെ കുറിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു, അതൊരു മ്ലേച്ഛമാണെന്ന് പറയാനുള്ള മ്ലേച്ഛമാണ്, മാലിന്യമാണ്. ഈ മാലിന്യത്തോടു കൂടി സ്ത്രീയെ സൃഷ്ടിച്ചു വിട്ടിട്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക എന്നുള്ളത് ഒരു സൃഷ്ടാവിന് ഭൂഷണമാണ്. ഒരു സൃഷ്ടാവ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇനി അങ്ങനെ ഒരു ദൗർബല്യം അവൾക്ക് കൊടുത്തെങ്കിൽ തന്നെ അറിവിന്റെയും ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും ആനുകൂല്യം അവൾക്ക് കൊടുക്കണ്ടേ? ഇപ്പോ പബ്ലിക് ഹോളിഡേസ് വരുമ്പോൾ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. കാരണം പബ്ലിക് ഹോളിഡേ അതിന്റെ ഒരു പ്രോസസ്സാണ്, അതിന്റെ ഒരു നിർബന്ധാവസ്ഥയാണ്. അപ്പൊ അതുപോലെ അതിന്റെ റെഗുലേഷൻസ് ആയതുകൊണ്ട് ശമ്പളം കിട്ടുന്നു. അതുപോലെ തന്നെ ഇവർക്ക് പീരിയഡ്സിന്റെ ഒരു അവസ്ഥ വരുമ്പോൾ അതിന്റെ ന്യൂനതകൾ നികത്താനും അല്ലാഹു ബാധ്യതപ്പെട്ട ആളല്ലേ. ഇനി ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ വിവാഹം കഴിക്കരുത്. പിതാക്കന്മാർ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാല് 4-ാം അധ്യായം 22-ാമത്തെ വാചകമാണ്. മുമ്പ് അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിന്നിരുന്നു. അതേ വാചകം തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഈ നിയമങ്ങളൊക്കെ സ്ത്രീകൾക്കാണ് ബാധകമായിട്ടുള്ളത്. പുരുഷന്മാരുള്ള വിവാഹിതരായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണ്ട. അതായത് പുരുഷന്മാര് വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്തൃമതികളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണ്ട. വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ ഒഴികെ, അതായത് അയൽ രാജ്യത്ത് പോയി കൊള്ളയടിച്ച്
അവിടുത്തെ പെണ്ണുങ്ങളെയും പുരുഷന്മാരെയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ സ്ത്രീകളെ അവരുടെ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇത് പറയാനുള്ള കാരണം ഔദാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം പുനേനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾക്കൊരാഗ്രഹം, സുന്ദരികളായ കുറെ കേസുകൾ കൂടെ ഉണ്ടല്ലോ, എന്തൊക്കെ ചെയ്യാ ഇവരുടെ ഭർത്താക്കന്മാരും. അപ്പൊ നബിയോട് ചോദിച്ചു, നബി എന്ത് ചെയ്യണം? ചെയ്തോ, കുഴപ്പമില്ല, നമ്മുടെ സ്ത്രീകളൊന്നും ചെയ്യണ്ട, അടിമ സ്ത്രീകളെ ചെയ്തോ. അപ്പൊ അവിടെ പുരുഷന്മാരെ കുഴപ്പമില്ല, ചെയ്തോ, പഠിച്ചവൻ ആയത്ത് വെക്കുക നേരം. അപ്പോ ഓരോ സാഹചര്യത്തിനൊത്തും ആ സമയത്ത് നബി എന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു വാചകങ്ങൾ ഇറക്കി കൊടുക്കുന്നു. അടിമ സ്ത്രീകളെ പുരുഷന്മാരുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ സ്ത്രീകളെ, അതായത് മുസ്ലിം സ്ത്രീകളെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇനി ഈ വാചകത്തിൽ തന്നെ, അതായത് 4-ാം അധ്യായം 24-ാമത്തെ വാചകം, സമയക്കുറവായതുകൊണ്ട് ഞാൻ ആ വാചകം വായിക്കുന്നില്ല. ഈ വാചകത്തിൽ തന്നെ താൽക്കാലിക വിവാഹത്തിന് അനുമതിയും നൽകുന്നുണ്ട്. ഇത് ദുർബലപ്പെട്ടു പോവുകയോ ഈ വാചകം തെറ്റാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാചകം അല്ലാതെ ഇറക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഇതിനെ സംബന്ധിച്ച് ഒരൊറ്റ വാചകമേ പറയുള്ളൂ. അതായത് മുത്അ വിവാഹം എന്നാണ് പറയുക. താൽക്കാലിക വിവാഹം, എവിടെയെങ്കിലും കുറച്ച് നാള് വിട്ടുനിന്നു, അപ്പോഴത്തേക്കിന് ഒരു മാസത്തേക്ക് എത്ര നിന്റെ റേറ്റ്? 2 ലക്ഷം രൂപ. ശരി, 2 ലക്ഷം രൂപ കൊടുക്കും. ഒരു മാസം ആകുമ്പോഴേക്ക് ഇവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാലാവധി വാലിഡിറ്റി തീരുന്നതോടുകൂടി അതങ്ങ് എക്സ്പയർഡ് ആകും. നമ്മുടെ ഫോണിന്റെ റീചാർജ് തീരുന്നത് പോലെ അതങ്ങ് അസാധുവായി. ഇതിലുണ്ടാകുന്ന മക്കൾക്ക് ഇയാളുടെ അവകാശം വേണ്ടി പെടുന്ന ചെലവിന് കൊടുക്കേണ്ട കാര്യമൊന്നും ഈ പുരുഷനില്ല. അങ്ങനത്തെ ഒരു ആ വിവാഹം പുരുഷന് അള്ളാഹു കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോ ഭർത്തൃമതികളെ വിവാഹം കഴിക്കണം. അപ്പൊ ഈ ഒരേ വാചകത്തിൽ തന്നെ ഭർത്തൃമതികളായ സ്ത്രീകളെ വിവാഹം കഴിക്കണ്ട എന്നും അടിമകളെ നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിലും സാരമില്ല, അവരെ നിങ്ങൾ ഉപയോഗിക്കാമെന്നും, അതുപോലെ നിങ്ങൾ താൽക്കാലിക വിവാഹം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്നും. ദൈവവും നബിയും ഈ സമൂഹത്തെ അന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ പിന്നിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് ആ നിലപാടുകൾ അവിടെ ഇല്ല. താൽക്കാലിക വിവാഹം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർക്ക് താൽക്കാലിക വിവാഹവും അടിമ എല്ലാം പെണ്ണുകൊണ്ടുള്ള ഒരു കളിയാണ്. അപ്പോ വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചിട്ടാണല്ലോ യുദ്ധം. ഫറസ്തക്ക് എന്ന് പറയുന്ന ഒരു കവി ഇങ്ങനെ പാടി, അതായത് യുദ്ധത്തിലെ നമ്മുടെ ചാട്ടുളികൾ വിവാഹം ചെയ്തു തരുന്ന ഭർത്തൃമതികളായ സ്ത്രീകൾ അവരെ ഉടമപ്പെടുത്തുന്നവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ചാട്ടുളികൾ വിവാഹം ചെയ്തു തന്നു പറഞ്ഞാൽ, ഇവർ ചാട്ടുളി എന്ന് പറഞ്ഞാൽ അന്ന് ഉപയോഗിക്കുന്ന ഒരുതരം ആയുധമാണ്. അതുകൊണ്ടാണല്ലോ ഈ പെണ്ണിന് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വെട്ടി വീഴ്ത്തിയതും കുത്തി വീഴ്ത്തിയതും ഒക്കെ അവരില്ലാതായത് കൊണ്ടാണല്ലോ ആ യുദ്ധത്തിൽ ആ രാജ്യത്തെ ഇവർ ജയിച്ചടക്കിയത്. അതുകൊണ്ടാണല്ലോ ആ നാട്ടിലെ സ്ത്രീകൾ ഇവർക്ക് സ്വന്തമായത്. അപ്പോൾ ഇതിനെ വിവാഹം കഴിച്ചു കൊടുത്തതാരാ? ചാട്ടുളികൾ. അതായത് കുന്തം വിവാഹം ചെയ്തു തന്ന സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനത്തെ സ്ത്രീകൾ ഭർത്തൃമതികളായ സ്ത്രീകൾ. അതുപോലെ സഫിയ, അറിയാമായിരിക്കും, പലർക്കും കേട്ടിട്ടുണ്ടാകും. ഖൈബർ എന്നൊരു യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സന്ദർഭത്തില് വഴിയിൽ വെച്ച ഈ സഫിയ എന്ന് പറയുന്ന ലേഡിയുടെ ഭർത്താവിനെയും സഹോദരനെയും അതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീയുടെ മക്കളെയും ഒക്കെ നബിയും കൂട്ടരും വെട്ടിവീഴ്ത്തി. എന്നിട്ട് സഫിയയെ തിരിച്ചുകൊണ്ടുവന്ന് അന്ന് തന്നെ ഹണിമൂൺ ആഘോഷിക്കുന്നതാണ് കേസുകളിൽ. ഇവര് അനുശോചനം പോലും രേഖപ്പെടുത്താൻ വിടാതെ സ്വന്തം സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ കഴുത്ത് വെട്ടി കൊന്നിട്ട് ആ പെണ്ണുമായി മണിയറയിൽ ഇരിക്കാൻ കൊതിക്കുന്ന മതത്തിന്റെ അനുയായിയുടെ പേരോ മതവിമോചകൻ, മാനവ വിമോചകൻ. മനസ്സിലാക്കുന്നു? മാനവരിൽ മഹോന്നതൻ, കാരുണ്യത്തിന്റെ മതം, ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതം. അവർ പരസ്പരം കാണുമ്പോൾ തന്നെ ഹസ്തദാനം ചെയ്യുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ.
ആ മതത്തിന്റെ പ്രമാണങ്ങളിലുള്ളത് സാധാരണക്കാരന്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയില് സഫിയയുമായി ഒരു ടെന്റൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞു. പുറത്തിറങ്ങി വരുമ്പോൾ അവിടെയുണ്ട് ഊരി പിടിച്ച വാളുമായി ഒരു നബിയുടെ ഒരു അനുചരനുണ്ട്. എന്ത് കാര്യം? അമ്പും വില്ലുമൊക്കെ ആട്ടാന്ന് ഹദീസിലുണ്ട് കേട്ടോ. എന്താ കാര്യം? അത് നബിയെ, അദ്ദേഹത്തിന്റെ പേരാണ് അബൂ അയ്യൂബ് അൻസാരി. അദ്ദേഹം പറയാണ്, നീ എന്ത് ഇവിടെ നിൽക്കുന്നു? അല്ല, ഈ പെണ്ണിന്റെ എല്ലാവരും നിങ്ങൾ കൊന്നല്ലോ, ഇവരെങ്ങാനും നബിയെ എതിർത്താലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഒട്ടാകെ നബി ഒരു പ്രാർത്ഥന, റബ്ബേ ഇദ്ദേഹം എനിക്ക് കാവൽ നിന്നതുപോലെ നീ ഇദ്ദേഹത്തിന് കാവൽ നിൽക്കണേ എന്ന് നബിയുടെ വകയായിട്ട് ഒരു പ്രാർത്ഥന. ഇങ്ങനെ വാളുകൊണ്ട് യുദ്ധം, കുന്തം കൊണ്ട് യുദ്ധം. ഇനി നബി തന്നെ, നബിക്ക് അള്ളാഹു തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സെയ്ദ് അറിയാമായിരിക്കും. അതായത് സെയ്ദ് ബിൻ ഹാരിസ്, ഖദീജ ഒരു യുദ്ധത്തില് അല്ല ഒരു അടിമയായിരുന്ന ഒരു വ്യക്തിയെ സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന ആളെ മോചനദ്രവ്യം കൊണ്ട് മോചിപ്പിച്ച് നബിക്ക് സമ്മാനമായി നൽകിയതാണ്. നബി അന്ന് മുതൽ മകനെ പോലെ കണ്ടു വളർത്തി. പെണ്ണിന് ഇസ്ലാമിൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്റെ വിഷയം. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോ ഇദ്ദേഹത്തെ ദത്തുപുത്രനാക്കി എല്ലാവരും പറയുമായിരുന്നു സെയ്ദ് ബിൻ മുഹമ്മദിന്റെ മകനാണ് സെയ്ദ് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ നന്നായിട്ട് ജീവിച്ചു. അപ്പോ അതിനിടയ്ക്ക് നബിയുടെ അമ്മാവന്റെ മകളെ ഉമൈമ എന്ന് പറയുന്ന നബിയുടെ മകളായ സൈനബിനെ ഈ സെയ്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഖുർആനിൽ ഒരു വാചകം ഇറങ്ങി, നിങ്ങളുടെ മേൽ, നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല. അതായത് ഇത്രയും നാളും അനാഥനല്ല നീ, സനാഥനാണ്, നിനക്ക് ഞാൻ വാപ്പയാണ്, എന്റെ മകനാണ് നീ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പെട്ടെന്നൊരു ദിവസം എന്റെ സമ്പത്തിൽ ഒരു ചില്ലി കാശ് നിനക്ക് അവകാശമില്ല കേട്ടോ, നീ എന്റെ മോനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എന്റെ ഭാര്യയെ കൂടി പിടിച്ചെടുക്കുന്ന രീതിയൊക്കെ പറയാം. അപ്പോ ഒരു ഇതിന്റെ മുഫസ്സിറുകൾ, അതായത് ഇതിന്റെ വിവർത്തകന്മാർ ഈ ആയത്തെ ഈ വാചകത്തെ വിവർത്തനം ചെയ്തുകൊണ്ട് പറയുന്നത്, ഒരിക്കല് നബി സൈനബയുടെ വീട്ടിലേക്ക് ചികിത്സിച്ചു. അപ്പോ നബിയുടെ സൈനബ എന്ന് പറയുന്ന ലേഡി സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് നബിക്ക് ഇവരുടെ ആഗ്രഹം തോന്നി. അപ്പൊ നബി അങ്ങനെ ചെന്ന് സൈനബയോട് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോ സൈനബ നബിയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചു. ഇതൊക്കെ ചരിത്രങ്ങളാണ്, ഇതിനൊക്കെ നമുക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ തോളിൽ കൈവച്ചു. അപ്പോഴേക്ക് നബിക്ക് പെട്ടെന്ന് ഉള്ളിലൊരു ആഗ്രഹം, എന്തൊരു ചാരുത, എന്തൊരു സൗന്ദര്യം എന്ന് നബി പറഞ്ഞു. നബി വീട്ടിൽ വന്നു. ഈ സംഭവം സൈനബ സെയ്ദ് വന്നപ്പോൾ തെളിവ് സഹിതം പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്. സെയ്ദ് നേരെ നബിയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ സൈനബയെ മൊഴി ചൊല്ലട്ടെ, കാരണം കുലീനത്വം കൊണ്ട് നിങ്ങൾക്കാണ് അവർ ചെയ്യുന്നത്, സ്വതന്ത്രപ്പെട്ട അടിമയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കാണ് ചെയ്യുന്നത് എന്ന് നബി ചോദിച്ചു. നിങ്ങൾക്ക് അവളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, അവരിൽ നിന്ന് എനിക്ക് ദയം മാത്രമേ ലഭിച്ചു. പിന്നെ ഈ സെയ്ദും സൈനബയും തമ്മിൽ ഒരു വർഷമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് സംഭവം നടക്കുന്നത്. ഉടനെ ഖുർആനിൽ ഒരു വാചകം, അങ്ങനെ നബി പറഞ്ഞു മൊഴി ചൊല്ലിക്കൊള്ളാൻ. സെയ്ദ് തിരിച്ചു വന്നു. സെയ്ദ് ഭയങ്കര കരച്ചിലായിരുന്നു. സൈനബയും കരഞ്ഞെന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ മൊഴി ചൊല്ലി. അപ്പം സൈനബ ചോദിച്ചു, സൈനബ എന്ത് പറയുന്നുണ്ട് സെയ്ദിനോട്? ഇനി നിനക്ക് എന്നെ കിട്ടൂലാട്ടോ, നബി എന്നെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതൊന്നും അല്ലാട്ടോ, ഇത് ഖുർആനിന്റെ വിവർത്തകന്മാർ പറയുന്നതാണ്. അപ്പൊ ഖുർആനിൽ നബിക്ക് വലിയൊരു മോഹം തിരിച്ചല്ലോ. അപ്പൊ അല്ലാഹുവിന് സമാധാനമില്ലല്ലോ. അള്ളാഹു കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഏതാണ്? ആകാശത്തിന് അപ്പുറത്തിരുന്ന് വാളുകൊണ്ട് കല്യാണം നമ്മൾ നോക്കി, കുന്തം കൊണ്ടുള്ള കല്യാണം നമ്മൾ കണ്ടു. ഇനി അള്ളാഹു നേരിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഇതിനകത്ത് പെണ്ണിനെ റോളുണ്ടോ എന്ന് അടിവരയിട്ട് നോക്കിക്കോ. 33-ാം അധ്യായം 37-ാമത്തെ വാചകം. സമക്ഷരി എന്ന് പറയുന്ന ഖുർആനിന്റെ വിവർത്തകൻ ഇതിനെ സംബന്ധിച്ച് ധാരാളം ചരിത്രങ്ങൾ എഴുതുന്ന സമയത്ത് ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോ അങ്ങനെ അപ്പം പിന്നീട് നബിയുടെ ഭാര്യമാർക്ക് ഇതിന്റെ വാചകത്തിന് അർത്ഥം പറഞ്ഞില്ലല്ലോ. അവളിൽ നിന്ന് സെയ്ദിന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ
അവളെ നിനക്ക് നാം വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു ഉണ്ടാകുന്നതാണ്. അപ്പൊ അതാവും അപ്പോഴത്തെ പിന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഭാവിയായി വിവാഹം കഴിച്ചു എന്നാണ് അതിൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പെണ്ണിനൊരു റോളുമില്ല. പക്ഷം വിചാരിക്കും നബി അത് നടപ്പിലാക്കി. അതേപോലെ തന്നെ അണയ്ക്കാനും അകറ്റാനും പുരുഷൻ അധികാരമുണ്ട്. ഇപ്പോ എന്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ഭർത്താവിന് തലാഖ് എന്ന് പറഞ്ഞാല് ഇതിൽ പെട്ടിയും കറക്കി പറക്കി കുട്ടിയെ പറക്കി കൊണ്ടുപോയിട്ട് കളിയും കാര്യവും. എന്ത് കളി പറഞ്ഞാലും കാര്യമാകുന്ന 3 കാര്യങ്ങളാണ്. 1 വിവാഹം, 2 തലാഖ്, 3 മടക്കിയെടുക്കും. അതായത് ഇപ്പോ പിന്നെ സാറിന്റെ പേരെന്താ? ശശി. നമ്മുടെ ശശി ചേട്ടന്റെ ഭാര്യ അറിയാം. ശശി ചേട്ടന്റെ തൽക്കാലം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് സുലൈമാനിക്ക വേണ്ട. സുലൈമാനിക്കയുടെ ഭാര്യ ഗർഭിണിയാണ്. നമ്മുടെ അനിൽ ഭായി ഉണ്ട്. അനിൽ എന്നല്ലേ? സന്തോഷം. നമ്മുടെ പിന്നെ കൊല്ലം കരുനാഗപ്പള്ളി നമ്മുടെ സന്തോഷ് ഭായിയുടെ ഒരു മകനുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയാണ്, സുലൈമാനിക്ക പറയാണ്, എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ സന്തോഷ് സാഹിബിന്റെ മകനോട് പറയാണ്, നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നെ. കൂട്ടത്തിരിക്കും വേണ്ടിട്ട് തമാശക്ക് പറയുമല്ലോ. ഇദ്ദേഹത്തിന്റെ ഭാര്യ അബദ്ധത്തിൽ കാണുന്നത് പെൺകുട്ടിയാണെങ്കിൽ അത് ജനിക്കുന്നത് മുതൽ സന്തോഷ് ഭായിയുടെ മരുമകൾ. കളിയായി പറഞ്ഞാലും കാര്യമാക്കുക ഹദീസ പ്രമാണമാണിത്. ഇന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണത്തിലുള്ളതാണിത്. നമ്പർ അടക്കം എടുത്തിട്ട് വിമർശിക്കുന്നവരുണ്ട്. സംശയമുള്ളവരുണ്ടെങ്കിൽ നമ്പർ ഉണ്ട്. എല്ലാം ഞങ്ങൾ കൊടുക്കുന്നതിന് ഒക്കെ എന്റെ തെളിവാണ്. ഞാൻ പറയുന്നതിനെല്ലാം തെളിവ് ആധികാരികമായ റഫറൻസ് എന്റെ പൊക്കത്തുണ്ട്. ഇനി ഞാൻ തലാഖിലേക്ക് കേട്ടോ ഒരു മറ്റേ KG ഉമ്മറിന്റെ ഒരു നാടകത്തില് ഇവിടെ ഒരു മലപ്പുറംകാരൻ അഭിനയിച്ചിട്ട് അയാൾ ഈ നാടകത്തിൽ അഭിനയിച്ചു വന്നപ്പോൾ അറിയാതെ അയാളുടെ വിഭാഗത്തിന് തലാഖ് വന്നു. അയാളുടെ ഭാര്യ ഒഴിവാക്കാൻ പറഞ്ഞു. കാരണം കളിക്ക് പറഞ്ഞാലും തലാഖ് വരും. അതുപോലെ എന്നെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വീണ്ടും പുനർവിവാഹം. ഇത്രമാത്രം ലളിതമാണ്. ഇപ്പോ ഒരിക്കല് ഈ മലപ്പുറത്ത് നടന്നൊരു കഥയാണ്, സംഭവമാണ്. ഒരു ഉപ്പുപ്പ തന്നെ പറയാൻ പറ്റുള്ളൂ. ഉപ്പുപ്പായ്ക്ക് 4 ഭാര്യമാര്. അപ്പം കൈശു പാത്തു എന്നൊക്കെ ആയിരിക്കുമല്ലോ പേര്. അപ്പൊ 1ാമത്തെ ആളിന്റെ പേര് പാത്തുന്ന, 4ാമതായുള്ള പുതിയതായിട്ട് കെട്ടിയതിന്റെ പേരും പാത്തുന്ന. അപ്പം 4ാമത്തെ കെട്ടിയ പെണ്ണിനെ കെട്ടിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ പോയപ്പോ 2 പാത്തുമാരും കൂടിയാ പോയത്. 1ാമത്തെ പാത്തുവും 4ാമത്തെ പാത്തും കൂടി മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പോയതാ. ആ പോയി ഒക്കെ മടക്കി കെട്ടിയിട്ടാണല്ലോ. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയി. പിന്നെ ഇദ്ദേഹം ഉപ്പുപ്പ വിളിച്ചു പറഞ്ഞു, ഭാര്യമാരാ ഉപ്പുപ്പന്നെ. ഉപ്പുപ്പ വിളിച്ചു പറഞ്ഞു, പാത്തു കയ്യൊന്ന് പുറത്തിട്ട്, അന്ന് മുഖമൊന്നും കാണിക്കില്ലല്ലോ. അപ്പം ബ്ലഡ് എടുക്കാനാണ്. അപ്പൊ ഈ ബ്ലഡ് യൂറിനെ ടെസ്റ്റ് ചെയ്യാൻ പോയി. ബ്ലഡ് എടുത്തത് 1ാമത്തെ പാത്തുവിന്റെ. 4ാമത്തെ പാത്തുവിന്റെ പരിചയമായിട്ടില്ല. അപ്പോ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ 4 മാസം ഗർഭിണിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിരുന്നു. ടെസ്റ്റ് ചെയ്തത് 1ാമത്തെ പാത്തുവിന്റെയാണ്. ഇദ്ദേഹം അന്തപ്പെട്ടു. ചേട്ടാ ഞാനിവിടെ കെട്ടിയിട്ട് 2 മാസം ഇന്നൊന്നും അവിടെ സംസാരം. ഇപ്പൊ കളി പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാര്യത്തിൽ എടുക്കുന്ന വിഷയമാണ് വിവാഹവും വിവാഹമോചനവും പുനർവിവാഹം. നിങ്ങളുടെ മനസ്സിലാക്കണം. ഇവരെന്താ പറയുന്ന ന്യായം? കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് തൊലാഖ് സംബന്ധമായിട്ടുള്ള മുത്തലാഖുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു സംബന്ധമായ വിഷയങ്ങൾക്ക് ഞാൻ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് വന്നു. അപ്പോ ഒരാള് ചാനൽ ചർച്ചയ്ക്ക് മുമ്പ് മനോരമയുടെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പം ഞാനുമായിട്ട് ഡിബേറ്റിൽ ഇരിക്കുന്ന ആളുമായിട്ടാണ് സംസാരം. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം ചോദിച്ചു, പേരെന്താണ്? ജാമിദ. ഓ ശവമാണല്ലേ. ജാമിദ എന്ന് പറഞ്ഞാൽ കുറച്ചവൾ എന്നാണ് അർത്ഥം. ഇവര് പറയും ശവമാണ്, മലിനമാണ്. എന്തോ ആവട്ടെ, എന്റെ പേര് ഇനിയിപ്പം സൂക്ഷ്മതയുള്ളവളെന്നാകട്ടെ, അല്ലെങ്കിൽ ദീനീനിഷ്ഠ ഉള്ളവളെന്നാകട്ടെ, എന്തിരിക്കുന്നു ഈ കാര്യം? പേരിൽ എന്തിരിക്കുന്നു കാര്യം? നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ അറിയാം, ജാമിദ എന്ന് പറഞ്ഞാൽ ശവമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചെളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്റെ
പേര് ഞാനിട്ടതല്ല. ഇനി ഞാനിട്ടതാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളെ ఖండిക്കാൻ ഉണ്ടെങ്കിൽ വസ്തുനിഷ്ഠകൾ പറഞ്ഞുകൊണ്ട് ఖంഡിച്ചാൽ ഞാനതിനെ അതല്ലാതെ പേരിന്റെ അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാം ഖലീഫ ഉസ്മാന്റെ പേര് ഉസ്മാൻ എന്ന പേരിന്റെ അർത്ഥം പാമ്പിന്റെ ഇവരത് പറയുമോ? പിന്നെ മുജാഹിദിന്റെ അമീർ അനസ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അനസാണ് മടി കാണിക്കുന്ന അർത്ഥം. ഇവർ അംഗീകരിക്കുമോ? ഫൈസൽ എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കുന്നവൻ, അടിയുണ്ടാക്കുന്നവൻ, ഭിന്നിപ്പിക്കുന്നവൻ എന്ന അർത്ഥം. ഇവർ അംഗീകരിക്കുമോ? പേരിന്റെ അർത്ഥം പറയുമ്പോൾ എല്ലാവരുടെയും പേര് പറയണല്ലോ. അപ്പോ അതുപോട്ടെ. പിന്നെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശവമാണല്ലേ. നിങ്ങളുടെ പേര്? അപ്പൊ അയാളുടെ പേരിന്റെ കൂടെ അടിമ എന്ന വാചകം. നിങ്ങൾ ലോകമുള്ള അടിമയാണ്. ശവമായിട്ട് അടിമയാക്കിയിട്ട് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ശവമായിട്ട് ജീവിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തലാഖിന് അനുകൂലമാണോ പ്രതികൂലമാണോ? ഞാൻ പറഞ്ഞു ന്യായത്തിന്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുക. നമ്മുടെ ചാനൽ നേരത്തെ നമ്മുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് കോഫിയൊക്കെ തന്ന ചാനലിന്റെ സമയം കൊണ്ട് മുമ്പിലേ പോകുള്ളൂ. നിങ്ങൾ അനുകൂലമാണോ പ്രതികൂലം? ന്യായത്തിന്റെ പക്ഷത്താ. ഇന്നലെ അറിയണം. ഫ്ലൈറ്റിൽ പോലും എമർജൻസി എക്സിറ്റ് ഉണ്ട്. ഇതിനകത്തേക്ക് കയറിയാ പുറത്തിറങ്ങണ്ടേ? അനുകൂലമാണെന്നോ? പുറത്തിറങ്ങണ്ടേ? ഞാൻ പറഞ്ഞ എമർജൻസി എക്സിറ്റ് പുരുഷന്മാർക്ക് മാത്രമാണോ ഫ്ലൈറ്റില്? സ്ത്രീകൾക്കും ഇല്ലേ? അപ്പൊ ഇവർ മുത്തലാഖ് സമ്പ്രദായം സ്ത്രീകൾക്കും വേണ്ടേ എന്ന് ചോദിച്ചപ്പോ കക്ഷി ഒരടിക്കുന്നു മാറി. പിന്നീട് ചാനലിൽ വന്നു. ഞാൻ എന്റെ ഭാഗം വളരെ ക്ലിയർ കട്ടായി തെളിവുകൾ നിരത്തിക്കൊണ്ട് ഞാൻ സമർപ്പിച്ചു. അതിന്റെ പേരില് എന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങളും പിന്നെ ആളെയൊക്കെ വിട്ടു എന്നെ കൊല്ലാനും ഒക്കെ ആയിട്ട് പോട്ടെ. ഇനി പുരുഷനെ സ്ത്രീയെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് പറയാം. പിന്നെ ഇപ്പം നമ്മുടെ സന്തോഷ് ഭായിക്ക് ശശി ചേട്ടനോട് പറയാം, ചേട്ടാ എന്റെ ഭാര്യ തൊലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം സൗകര്യം പോലെ മെസ്സേജ് അയച്ചോ? അല്ലെങ്കിൽ അയ്യോ സീതയെ നിന്നെയാണ് തലാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ വിവാഹമോചനത്തിന്റെ വിവാഹത്തിന്റെ. പക്ഷേ പെണ്ണിന് വല്ല റൈറ്റും ഉണ്ടോ ഇതില്? 1939 ഫസക് ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. വക്കീലാണ് സന്തോഷ് സാഹിബ്, അദ്ദേഹത്തിന് അറിയാം, കാര്യങ്ങൾ അറിയാം, ലോകം അറിയാം. അതുവരെ ഒരു മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനം നേടണമെങ്കിൽ നിവൃത്തിയില്ലാതെ ഇവരെ മതപ്പെടുമായിരുന്നു. രക്ഷയില്ല ഇതിൽ നിന്ന് പോകാൻ. ഖുർആൻ പറയുന്നുണ്ട്, ആണിന്റെ വസ്ത്രമാണ് പെണ്ണ് ഭാര്യയെ ഭർത്താവിനെ സംബന്ധിച്ച്. ഇണകൾ പരസ്പരം വസ്ത്രങ്ങളാണ്, ന്യൂനത മറക്കാനുള്ളതാണ് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് വസ്ത്രത്തോട് ഉപമിച്ചില്ലേ? ഭാര്യ എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞ പദം ഇണ എന്നാണ്. അത്രമാത്രം മഹനീയമായ ഒരു പദവിയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേറെ രസം വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും മുഷിഞ്ഞിട്ടില്ലെങ്കിലും മുഷിഞ്ഞാലും ഇഷ്ടമില്ലെങ്കിലും ചേരുന്നില്ലെങ്കിലും ചെറുതായാലും വലുതായാലും ഒക്കെ യഥേഷ്ടം ഊരി എറിയാം. ഈ പെണ്ണിന് അതൊന്നും ഉരുമ്പിച്ചാൽ പോലും ഊരി എറിയാൻ കഴിയില്ല. വസ്ത്രത്തിനോടുള്ള ഉപമ പെണ്ണിന് ഊരി എറിയാൻ കഴിയില്ല. 1939 ബ്രിട്ടീഷ് നിയമം കൊടുക്കുന്നു ഫസക് ആക്ട്. അതും ഈ തലയിൽ ആളുതാമസമുള്ള പൗരോഹിത്യന്മാർ എഴുതിയതാ. അതിനകത്ത് എന്തൊക്കെ നിയമങ്ങൾ അറിയാമോ? ഞാനൊരു 2-3 മാത്രം പറയാം. അതിലൊന്ന്, 4 കൊല്ലം കക്ഷിയെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലാതിരിക്കാം. ഈ 4 കൊല്ലം ഈ പെണ്ണുകുട്ടികളുടെ എങ്ങനെ കഴിയും? എണ്ണമറ്റ പ്രോഡക്റ്റുകൾ ഈ പെണ്ണിന്റെ കൂടെ ഉണ്ടാവും. ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരെങ്ങനെ ജീവിക്കുന്നു? 7 കൊല്ലം 7 കൊല്ലം ഈ കക്ഷി ജയിൽവാസം അനുഭവിച്ചിരിക്കണം. എന്നാലേ ഈ പെണ്ണിന് വസതിയുള്ള. അതുമല്ലെങ്കിൽ 3 കൊല്ലം ഇദ്ദേഹത്തിന് ജനനേന്ദ്രിയ രോഗം, ചിത്തം, അതുപോലെയുള്ള കുഷ്ഠം, വെള്ളപ്പാണ്ട്, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ട്. അതുമല്ലെങ്കിൽ ഈ പെണ്ണിനെ ഈ പുരുഷൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇയാൾ തേർഡ് ജെൻഡർ ആയിരിക്കണം. ആ അവസ്ഥ 3 വർഷം തുടരുകയും വേണം. തേർഡ് ജെൻഡറെ വെച്ചിട്ട് പോലും ഒരു പെണ്ണിന്റെ ജീവിതം അമ്മാനമാടാമെന്നാണ് ഈ പഠിപ്പിച്ചു തരുന്നത്. ഇനി 2 കൊല്ലം ഇയാൾ ചെലവിന് കൊടുക്കാതിരിക്കണം. 3 കൊല്ലം സെക്സിൽ പരാജയപ്പെടണം.
ഈ വിജയവും പരാജയവും ഒക്കെ ആര് പോയി ആരുടെ മുമ്പിലാ പ്രൂവ് ചെയ്യുന്നത്? അതുപോലെ ഈ പുരുഷന്റെ ക്രൂവാലിറ്റി ഈ പെണ്ണിനെ തെളിയിക്കാൻ പറ്റും. ഇവിടെ തെളിയിക്കാൻ പുറത്തിറക്കി വിടാതെ 14-13 വയസ്സിൽ പിടിച്ച് കെട്ടിച്ചു വിട്ടിട്ട് മുസ്ലിം ഡോക്ടറെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഇന്നുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. മുസ്ലിം സ്ത്രീകൾക്ക് പ്രസവ വേദന വന്നാൽ, എന്തെങ്കിലും അസുഖം വന്നാൽ മുസ്ലിം ഡോക്ടറെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. മുസ്ലിം പെണ്ണിന്റെ പ്രസവം എടുക്കണമെങ്കിൽ, മുസ്ലിം സ്ത്രീ തന്നെ വേണമെങ്കിൽ മുസ്ലിം സ്ത്രീക്ക് അക്ഷരാഭ്യാസം കൊടുക്കണ്ടേ? അവള് ഡോക്ടറാവണ്ടേ? ചെറിയ പ്രായത്തിലെ പിടിച്ച് കെട്ടിച്ചിട്ട് 5-6 മക്കളുമായി തൊലാക്കുമായി കോഴിക്കോടത്തെ കുടുംബ കോടതികളിൽ ചെറിയ പെൺകുട്ടികൾ 18-നും 24-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ചെറിയ കുട്ടികളുമായി വന്ന് കാത്തു നിൽക്കുന്നത് കണ്ടാൽ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഇത് പക്വതയില്ലാത്ത പ്രായത്തിൽ, കളിച്ചു നടക്കുന്ന പ്രായത്തിൽ പിടിച്ച് കെട്ടിക്കുക, പിന്നീട് ഒരു ഗത്യന്തരവും ഇല്ലാതെ വരുമ്പോഴേക്ക് അതിനെ കൊണ്ട് മൊഴി ചൊല്ലിപ്പിക്കുക, പിന്നീട് കുറെ കെട്ടിയ ആരെങ്കിലും ഒക്കെ കൊണ്ട് കെട്ടിക്കുക. ഇവർക്ക് എത്രയും അമ്മയിൽ ന്യായം പറയുന്നത് സ്ത്രീകൾ ധാരാളം കൂടുതലാണ്. ആനുപാതികമായിട്ട് സ്ത്രീകളുടെ പുരുഷനെ തമ്മിൽ സാമ്യപ്പെടുത്തി നോക്കുമ്പോഴേക്ക് സ്ത്രീകൾ കൂടുതലാണ്. അതുപോലെ അനാഥകളെ സംരക്ഷിക്കണമെങ്കിൽ ഇവർക്ക് വിവാഹം കഴിച്ചാലേ സംരക്ഷിക്കാൻ കഴിയും, അതല്ലാത്ത സംരക്ഷകർക്ക് അറിയില്ല. ഭാര്യ മച്ചിയായിരുന്നാൽ, അതായത് ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീ ആണെങ്കിൽ, അതുപോലെ മാറാ വ്യാധി പിടിപെട്ടാൽ സ്ത്രീക്ക് വരെ കെട്ടാമെന്ന്. ഇനി ഈ സ്ത്രീക്ക് പുരുഷനെ തൃപ്തിപ്പെടുത്താനായില്ലെങ്കിൽ ഒക്കെ ഒഴിവാക്കാം. ഇതൊന്നും സ്ത്രീക്ക് ബാധകമല്ല. പുരുഷന് കുട്ടികളുണ്ടാവാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇനി പുരുഷന്മാരാണ് ആനുപാതികമായിട്ട് കൂടുതലുള്ളത്. അങ്ങനെയൊക്കെ വന്നാലും പെണ്ണിന് ഒന്നിലേറെ ആളെ കെട്ടാൻ ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ഇതിൽ മാത്രമല്ല, ഇസ്ലാമിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും നമ്മുടെ വിഷയം അത് ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ മാത്രം ചുരുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. രൂപ് കൻവാർ എന്നൊരു സ്ത്രീ രാജസ്ഥാനില് ഭർത്താവ് മരിച്ചപ്പോൾ ചിതയിൽ ചാടാൻ അവളെ നിർബന്ധിച്ചോളം സമ്മതിച്ചില്ല. അപ്പോഴേക്ക് പത്രമാധ്യമങ്ങളൊക്കെ ഇടപെട്ടു. വലിയ വാർത്തയായി പ്രയാസങ്ങളൊക്കെ സമൂഹത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് കുറെ രജപുത്ര സ്ത്രീകള് തെരുവിലിറങ്ങി സമരം ചെയ്തു. തെരുവ് ധർമ്മ നടത്തി. എന്തിനാണെന്നറിയാമോ? പുരുഷന്മാരുടെ ചിതയിൽ ചാടി മരിക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞു. ഇതാരുടെ ബുദ്ധിയ? പുരുഷന്റെ ബുദ്ധിയ. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് 1 കോടി ഒപ്പ് എന്റെ ഭർത്താവിന് ഒരു കാരണവുമില്ലാതെ എന്നെയും എന്റെ കുട്ടികളെയും ഒഴിവാക്കുന്ന തൊലാഖ് നിയമത്തിന് അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം സ്ത്രീകൾ തെരുവിലിറങ്ങി ധർമ്മ നടത്തിയ നാടാണ് ഈ നാട്. എന്തിന്റെ പേരിലാണ്? ഇയാളുടെ കാലിന്റെ അടിയിലാണത്രേ എന്റെ സ്വർഗം. അങ്ങനെ കിട്ടുന്ന സ്വർഗം പുല്ലുപോലെ ഞാനങ്ങ് വലിച്ചെറിഞ്ഞു. അവന്റെ കാലിന്റെ കിട്ടുന്ന സ്വർഗം എനിക്ക് വേണ്ടാന്ന് വെച്ചു. ഇനി ഇവര് വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ഇവര് പറയും, ഖദീജയെയും ഖദീജയെയും മുഹമ്മദിനെയും ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവേ നീ ഇവരെ ഒരുമിപ്പിക്കണേ, പിന്നെ ഫാത്തിമയെയും അലിയെയും ഒരുമിപ്പിച്ചതുപോലെ നീ ഇവരെ ഒരുമിപ്പിക്കണേ എന്നൊക്കെ പണ്ട് പ്രാർത്ഥിക്കും. ഇനി മരിച്ചാൽ അർത്ഥം അറിയത്തില്ല. ഇവർക്ക് ഒരു ചുക്കിനും മാപ്പിലും എങ്ങാനും വായിക്കാനോ അറിയില്ല, അർത്ഥവും അറിയില്ല. അതാണ് ഈ പ്രശ്നം. ഇപ്പൊ പഠിച്ചവന് പണി കിട്ടിയത് ഈ ഖുർആനൊക്കെ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആയതിനു ശേഷം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇത് വായിക്കാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന സുലഭമായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് പഠിച്ചവന് നബിക്കും ഇസ്ലാമിലെ ഓരോരുത്തരും ഒക്കെ എത്തിക്കിട്ടിയത്. അപ്പോ മരിക്കുന്ന സമയത്ത് ഈ മയ്യത്തൊക്കെ കുളിപ്പിച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുമ്പോ പറയുന്നതാണ്, ഇതിനേക്കാൾ നല്ല പറഞ്ഞു പറ്റിക്കുവായിരുന്നേ, ഇതിനേക്കാൾ നല്ല ഇണയെ നീ അവിടെ കൊടുക്കണേന്നാണ്. ഇതുവരെ പറഞ്ഞ് ഇവരെ ഒന്നിപ്പിച്ചതുപോലെ ഒന്നിപ്പിക്കണം. കാരണം സ്വർഗത്തിൽ ഇവരില്ല, 72 ഊർലിങ്ങൾ വേറെയാണുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇവരെ കിട്ടണം എന്ന് പറയുന്നത്? അപ്പോ കൂറികളെയും മദ്യപ്പുഴയും ചെറിയ ബാലന്മാരെയും ഒക്കെ വെച്ചിട്ട് പഠിച്ചവൻ അവിടെ അങ്ങനെ കാത്തിരിക്കുവാണ് സ്വർഗത്തിനായിട്ട്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വർഗം. എനിക്കിനിയിപ്പോ കള്ള് കിട്ടിയിട്ട് എന്ത് കാര്യം? അതോ കള്ള് കുടിച്ചാൽ കിക്കാവും, അവിടുത്തെ കള്ളാണെങ്കിൽ ലഹരിയില്ലാത്ത കള്ളാണ്, നമ്മൾ കാര്യങ്ങളും കുടിച്ചാൽ പോലെ, അതുകൊണ്ട് രക്ഷയില്ല. പിന്നെ സ്ത്രീകൾ 72 മൂല്യങ്ങളെ പോയിട്ട്
ഒരാളെ കിട്ടിയാൽ പോലും എനിക്കൊരു ഗുണവുമില്ല, അവിടെ ഊറന്മാരില്ല, കാരണം ഞാൻ സ്വർഗത്തിൽ പോകത്തില്ലല്ലോ. ഇനി സ്ത്രീയുടെയും പുരുഷന്റെയും കാര്യങ്ങൾ പറഞ്ഞ ഇടത്തൊന്നും തന്നെ തേർഡ് ജെൻഡറിനെ സംബന്ധിച്ച് പടച്ചോൻ അറിയില്ല. അന്ന് വസ്തുനിഷ്ഠമായി ലോകം അവസാനിക്കുന്നതിന് വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായി അല്ലാഹു ഇറക്കിയ ഗ്രന്ഥം ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ ഖുർആൻ പറഞ്ഞത്. യാതൊരു സംശയവുമില്ല ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ആ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. ആ ഗ്രന്ഥത്തില് തേർഡ് ജെൻഡറിനെ സംബന്ധിച്ച ഒരു വിധിയുമില്ല. നമുക്ക് മറന്നതായിരിക്കും, പോട്ടെ. അപ്പോ ഈ സതി പറഞ്ഞ അപ്പഴേ ഞാൻ പറഞ്ഞത് എല്ലാ മതത്തിലും ഇത്തരം രീതികളുണ്ട്. ഒരു ഒരിക്കല് ഈ കടലിന്റെ അടുത്താണല്ലോ ചിതയൊക്കെ ഒരുക്കി, അങ്ങനെ ഭർത്താവ് മരിച്ചു. ചിതയിൽ ചാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ബുദ്ധിപരമായി ഗംഗയിലേക്ക് ഒന്ന് ചാടി. ഗംഗയിലേക്ക് ചാടിയപ്പോഴേക്ക് ഇവര് നീന്തി എങ്ങനെയെങ്കിലും കര പിടിച്ചു. ഇവരെ വിട്ടുപിടിച്ചു. ഇവര് പുരുഷന്മാർ ഓടിച്ചെന്നു ഇവരെ പിടിച്ച് തള്ളിയിടാൻ നോക്കി. ഇവരേക്ക് കളക്ടർ പറഞ്ഞു, ബുദ്ധിപരമായിട്ടാണല്ലോ അദ്ദേഹം അവിടെ കളക്ടർ യുക്തിവാദിയാണോ. കളക്ടർ പറഞ്ഞു, ഇതെനിക്ക് തോന്നുന്നത് ഗംഗാദേവിക്ക് ഇഷ്ടം, പത്രത്തിൽ വന്ന ന്യൂസാണ്, ഞാൻ പറയണതല്ല, ഗംഗാദേവിക്ക് ഇഷ്ടമില്ല ഈ സ്ത്രീ ചിതയിൽ ചാടുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയത് ഗംഗാദേവിയാണ്. അപ്പോ ഇങ്ങനെ സകലമായ ചണ്ടികളും തലയിലേക്കുന്ന ഒരു തരം വിശ്വാസി സമൂഹം എല്ലാ മതങ്ങളിലും. ഒരു പുരുഷൻ, നല്ല ശരീരമുള്ള ഒരു പുരുഷന്റെ മണ്ടത്തരം പറയുന്നതേ ഒരു പുരുഷൻ മരിച്ചു. അപ്പോ ആ പുരുഷനെ മയ്യത്തൊക്കെ കഫൻ ചെയ്തെടുത്തു, കുടിയിലേക്ക് എടുക്കുക. കുടിയിലെ ചെറിയ കുടിയാണ്. അപ്പൊ ഇങ്ങനെ കുടിയിലേക്ക് എടുക്കുന്ന സമയത്ത് മിഡിലിൽ ഒരാൾ നിന്നു, കാലിൻ്റെ ഒരാൾ നിന്നു, തലയിലുള്ള ഒരാൾ നിന്നു. ഇതിങ്ങനെ പിടിച്ച് താഴേക്ക് ഇറക്കുന്ന വഴിക്ക് പക്ഷെ നല്ല വെയിറ്റാണ്. ഈ തലയുടെ ഭാഗത്ത് നിന്ന് കൈ നീണ്ടുപോയി. അപ്പം ഈ ശവം കുറച്ചേ ഉള്ളൂ, ചെന്നങ്ങ് വീണു. അപ്പോഴത്തേക്കിന് ഈ മയ്യത്തിന്റെ ആള് ഇവന്റെ കഴുത്തിൽ പിടിച്ചു. എന്താണ് ഞാൻ കാണിച്ചത്? മയ്യത്തിന്റെ പുറത്ത് ഈച്ച പോലും വന്നിരിക്കാൻ പാടില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇയാളുടെ യുക്തിവാദിയായി. ഇയാള് പറഞ്ഞു, ഞാനിങ്ങനെ മയ്യത്തിറക്കി വെക്കാൻ നോക്കുമ്പോ ഉണ്ട് 72 ഊർലിങ്ങൾ നിൽക്കുക സ്വർഗീയ സ്ത്രീകൾ കുടിക്കാത്ത. അപ്പൊ ഇവരിക്ക് താന്ന് പിടിക്കുക, എന്റെ കയ്യിൽ നിന്ന് അവര് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പക്ഷെ എന്റെ ഒരു 100 രൂപ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് ചായ വെച്ചു. ഇങ്ങനെ സകലമായ ചന്തി പണ്ടാരങ്ങളും വിശ്വാസി സമൂഹത്തിന് കാതലാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹം എങ്ങനെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയത്? എവിടെയാണ് സ്വാതന്ത്ര്യം നൽകിയത്? ഏത് മേഖലയിലാണ് അവൾ സ്വതന്ത്രയായത്? വിവാഹത്തിന് സ്ത്രീയുടെ പങ്കാളിത്തമേ ഇല്ല, കാർമ്മികത്വമില്ല, സ്ത്രീയുടെ സമ്മതം പോലും വേണ്ട. കാരണം നബി അന്ന് തന്ത്രപൂർവ്വം ഒരു നിയമം ഉണ്ടാക്കി. കന്യകയാണെങ്കിൽ അവൾക്ക് മൗനം മതിയല്ലോ. 6 വയസ്സിലാണ് ആയിഷയെ കെട്ടുന്നത്. ഈ കൊച്ചിനോട് മോളെ കെട്ടാൻ നിനക്ക് സമ്മതമാണ്, എന്ത് കെട്ട്, അത് ഊഞ്ഞാലാടി കളിച്ചോണ്ട് വന്നപ്പോഴാണ് അവരെ പിടിച്ചോണ്ട് മുറി കയറ്റി കഥ കളിച്ചത്. ഇത് ഹദീസുകളാണ്, ബുഖാരിയുടെ ഹദീസാണ്. അപ്പോ അതിനെന്ത് സമ്മതം? അതുകൊണ്ട് അതിന് സമ്മതമൊന്നും വേണ്ട, ചെറിയ കുട്ടിയ കന്യകയ്ക്ക് മൗനം മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു രക്ഷയുമില്ല. അപ്പൊ ഇതിന് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ബാപ്പയോ സഹോദരനോ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുരുഷനെ അത് കേൾക്കാൻ തയ്യാറാകാം. ഇനി ഒരു പുരുഷന് 1 കെട്ടാം, 2 കെട്ടാം, 3 കെട്ടാം, 4 കെട്ടാം. ഖുർആനിലെ വിവർത്തകന്മാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എത്രയും ആകാം, 18 വരെയാകാം. അടിമ സ്ത്രീകളെ എമ്പാടും ഉപയോഗിക്കാം. താൽക്കാലികമായി ഒരു ലീസിനെ സ്ത്രീകളെ എടുത്ത് ഉപയോഗിക്കാം. പിന്നീട് ഒരു ബാധ്യതയും ഇല്ലാതെ ഒഴിവാക്കാം. അതൊക്കെ ചെയ്യാം. ഇനി ഇതേ രീതി തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ശബ്ദിക്കുന്നു, അതാണ് നമ്മുടെ വിഷയം. ഇതേ രീതി തന്നെ ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ ചെയ്താൽ ക്രിമിനൽ ആക്ട് 494 വകുപ്പ് അനുസരിച്ച് ഈ പുരുഷന് തടവും പിടിയും ക്രിമിനൽ പ്രൊസീജിയറാണ്.
ഒരു ഹിന്ദു പുരുഷൻ നമ്മുടെ സന്തോഷ് ഭായ്, ഈ സന്തോഷ് ഭായ് ആദ്യത്തെ വിവാഹം ഉണ്ട് എന്ന് മറച്ചു വെച്ച് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് 10 വർഷമാണ് തടവ്. ആദ്യത്തെ വിവാഹം മറച്ചു വെച്ച് വേറൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സത്യം അറിയുക, ചില കള്ളന്മാർ പറയുക. അപ്പൊ എന്നാൽ അതിന് 10 വർഷമാണ് ശിക്ഷ. ആലോചിക്കുക, ജനാധിപത്യ രാജ്യത്ത് ഹിന്ദു 14-ാം ആർട്ടിക്കിൾ പ്രകാരം ഒരു ജാതിയോ മതമോ പ്രാദേശികമോ ഒന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നിയമം നിലനിൽക്കേണ്ടുന്ന രാജ്യത്ത് മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് യഥേഷ്ടം പറ്റും. എന്താണ് കാരണം? ഇന്ത്യയിൽ കൂടി ഒരു റൂൾസ് ഉണ്ട്. If the parties were Muslim, the rule of law shall be the Muslim personal law. അതായത് മുസ്ലിങ്ങൾക്ക് നിയമം ശരീഅത്താണ്. ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളോളമായി കേരള ഐക്യവാദി സംഘം പോലെ സ്വതന്ത്ര ചിന്തകർ ഏക സിവിൽ കോഡിന് വേണ്ടി ശബ്ദിക്കുന്നു. ഈ ഏക സിവിൽ കോഡ് വരണം എന്ന് ഞാനും ഒരുപാട് സെമിനാറുകളിൽ, കേരള ഐക്യവാദി സംഘത്തിന്റെ തന്നെ ധാരാളം സെമിനാറുകളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഏക സിവിൽ കോഡ് വരണം, എല്ലാവർക്കും തുല്യ നിയമവും തുല്യ രീതിയും നടപ്പിലാക്കണമെങ്കിൽ ഏക സിവിൽ കോഡ് വരണം. അപ്പോൾ ആലോചിച്ചു, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ 2 പുരുഷന്മാര് ചെയ്യുന്നത് ഒരേ കൃത്യം, രണ്ടാമതൊരു വിവാഹം. ഒരു പുരുഷൻ പാലും വെള്ളം കൊടുത്ത് കാല് കഴുകാൻ ആളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ മറ്റേ പുരുഷൻ കയ്യിൽ വിലങ്ങു വീണ് കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നെങ്കിൽ എന്ത് ജനാധിപത്യമാണ്? ഇതില് സ്ത്രീക്ക് ഒരു റോളും. സ്ത്രീ ആരെ തല കുളിക്കാൻ പറയുന്നു അവിടെ കുളിച്ചു. ഇനി അതുപോലെ തന്നെ ഇന്ന് കോടതികളിലൊക്കെ എടുക്കുന്ന നിയമങ്ങൾ പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ ലോ, ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞ് എടുക്കുന്നതാണ്. അന്ന് പണ്ട് മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ കാലഘട്ടത്തില് ഹിദായ, ഇമാമിയ എന്നൊക്കെ പോലെയുള്ള ചില മദ്ഹബ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഹനഫി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ 4 ഇമാമന്മാർ എഴുതിയ 4 അഭിപ്രായങ്ങൾ. അതിലൊരു ഇമാമാണ് ഹനഫി. അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങൾ എല്ലാം കൂടി വാരി അടിച്ചിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് നിയമങ്ങൾ അരിച്ചെടുത്ത് അതിനെ കുറെ വകുപ്പുകളാക്കി അതിനെയാണ് മുഹമ്മദൻ ലോ എന്ന് പറയുന്നത്. ഔറംഗസീബിന്റെ കാലഘട്ടത്തില് ഇത് ഈ ബെഞ്ചമിൻ ഹെയ്ലി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ആ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട നിയമമാണ് ഇന്ന് ശരീഅത്ത് ലോ ആയിട്ട് കോടതികളിലൊക്കെ എടുക്കുന്നത്. മുസ്ലിം പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ ലോ. അതിലെ 308ാമത്തെ വകുപ്പ് ഇങ്ങനെയാണ്: Any Muhammadan of sound mind who has attained puberty may divorce his wife whenever he desires without assaining any cause. മുസ്ലിം പുരുഷൻ ഒരു കാരണവുമില്ലാതെ ഏത് സന്ദർഭത്തിലും അവന് അവന്റെ ഭാര്യയെ ഒഴിവാക്കാം. വിത്തൗട്ട് അസൈനിങ് എനി കോസ്, ഒരു കാരണവുമില്ലാതെ. ഇത് തലാഖ് ചെയ്യപ്പെട്ട പെണ്ണ് എവിടെ പോകണം? ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ? ഏത് ജുഡീഷ്യറിയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഇവൾ വിദ്യാഭ്യാസം പോകുന്നത് ഇവളുടെ സഹോദരന്റെ കുട്ടികളെ പഠിക്കാനും സഹോദരന്റെ വീട്ടിൽ ജോലി ചെയ്യാനും അല്ലാതെ വേറെ വഴിയില്ല. അപ്പോ എപ്പോഴും കളിപ്പാട്ടങ്ങൾക്ക് കൂടുതൽ കൗതുകം ഉണ്ടാകുന്നത് സഹോദരന്റെ കുട്ടികൾക്കായിരിക്കും. അവൾക്കാരും ഇല്ലല്ലോ, ഭർത്താവില്ലല്ലോ. കൂടുതൽ കുസൃതി ഉള്ളത് ഇവളുടെ കുട്ടികളായിരിക്കും. കൂടുതൽ തെറ്റുകൾ ഏൽക്കേണ്ടി വരുന്നത് ഇവളായിരിക്കും. കാരണം ഇവൾ തൊലാക്ക് ചെയ്തിട്ട് വന്നു നിൽക്കുന്ന പെണ്ണാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയും ശേഷിക്കുന്ന കാലം ഈ സഹോദരന്റെ കുട്ടികൾ ജീവിച്ചു. ഈ നിയമം മാറേണ്ടതില്ലേ? ആലോചിച്ച് നോക്കി. കാരണം പെണ്ണിനെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതില്ലേ? ചുരുക്കത്തിൽ മുസ്ലിം സ്ത്രീ സ്വതന്ത്രയല്ല. അവളെ ഒരു മനുഷ്യനായി പോലും ഇസ്ലാം ഗണിക്കുന്നില്ല. അത് സമയത്തിന്റെ അഭാവം മൂലമാണ് ഞാനതൊന്നും പറയാത്തത്. അത് വ്യത്യസ്തമായ അനേകം തെളിവുകളിലൂടെ എനിക്ക് സമർത്ഥിക്കാൻ സാധിക്കും. ഇപ്പം ഇവിടെ നമ്മളൊരു സംഘം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ടല്ലോ. വരും ദിവസങ്ങളിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് വിശകലനം ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ എനിക്ക് സാധിക്കും. ഈ വിഷയത്തെ കുറിച്ച് ഇസ്ലാം സ്ത്രീ സ്വതന്ത്രയല്ല എന്ന് ഈ മതപ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. ഇത്രയും സമയം വൈകിയ വേളയിലും എന്നെ ശ്രമിച്ചതിന് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.